الحمد لله الحمد لله الحمد لله رب العالمين الذي خلق الإنسان من سلالة من طين وجعله بقدرته في قرار مكين ثم خلق النطفة علقا فخلق العلقة مضغة فخلق المضغة عظاما فكسى العظام باللحم والجلد المتين وهو رب العزة والعظمة ورب القدرة والإرادة ورب الثلقلة والمملكة ورب الملكوت والجبروت وهو خالق لجميع المخلوقات ورازق لجميع الحيوانات وهو منزل من السماء ماء فأحيا به الأرض بعد موتها والكائنات كلها في تدبيره وقبضه أحمده على إنعامه وإفضاله وأشكره على نعمائه وآلائه اللهم يا واجب الوجود ويا واهب الخير والفضل والجود أفض علينا أنوار رحمتك ويسرنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم حسبتم أن تدخلوا الجنة ولما
يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء إلى آخر الآية. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين الحمد لله رب العالمين. قال نبينا وسيدنا وحبيبنا ومصطفانا محمد صلى الله عليه وسلم: الكيس من دان نفسه وعمل بما بعد الموت، والأحمق من اتبع نفسه هوى وتمنى على الله الجنة. صدق رسوله النبي الكريم ومصطفى الأمين. يا سيد السادات جئتك قاصدا أرجو رضاك واحتمي بهماك، والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. صلوا عليه وسلموا تسليما. ആരംഭ പൂനീലാറ്റൽ റസൂലുള്ള അറിവിൻ്റെ പൂമാലരേ നബി സയ്യിദ് പൂന്തണിയേ അഷ്റഫുൽ ബശറോരെ ആലത്തിൻ കനിയോരെ അമ്പിളി പൂമാലരേ നബി അഴകിൻ നിലാ ഒളിവേ ആരംഭ പൂനീലാറ്റൽ റസൂലുള്ള അറിവിൻ്റെ പൂമാലരേ നബി സയ്യിദ് പൂന്തണിയേ അഹദോനെ ഞങ്ങളും വാഴ്ത്തി നിത്യം ചൊല്ലി സ്വലാത്തുകളോതി. അഹദോനെ ഞങ്ങളും വാഴ്ത്തി നിത്യം ചൊല്ലി സ്വലാത്തുകളോതി. അറിവുകൾ നേരുന്ന അഹദായ റഹ്മാനെ അലിവോ നീ അറിയിക്കണേ. നിത്യം കരുണ നീ ചൊരിയിക്കണേ. ആരംഭ പൂനീലാറ്റൽ റസൂലുള്ള അറിവിൻ്റെ പൂമാലരേ നബി സയ്യിദ് പൂന്തണിയേ അഷ്റഫുൽ ബശറോരെ ആലത്തിൻ കനിയോരെ അമ്പിളി പൂമാലരേ നബി അഴകിൻ നിലാ ഒളിവേ. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ മഹല്ലിന്റെ കർമ്മധീരനായ ഇമാം ഉസ്താദ് അവറുകളെ, പരിശുദ്ധമായ മജ്‌ലിസിനെ അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ട് അലങ്കരിച്ചു പോകുന്ന ബഹുമാനപ്പെട്ടവരെ, SKSSF സംസ്ഥാന സെക്രട്ടറി ഉസ്താദ് അവറുകളെ, ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉസ്താദ് അവറുകളെ, മറ്റ് പണ്ഡിത സുഹൃത്തുക്കളെ, ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്‌ലിസിലേക്ക്
അള്ളാഹുവിൻ്റെ അറിവ് നുകരുന്നതിന് വേണ്ടി വളരെ ആഗ്രഹത്തോടെ ആവേശത്തോടെ ഈ മഹനീയമായ സദസ്സിലേക്ക് വന്നെത്തിയിട്ടുള്ള കാരണവന്മാരെ, ഉമ്മമാരെ, ദീനിൻ്റെ അഭിവാജ്യ ഘടകങ്ങളായി എന്നും നിലകൊള്ളുന്ന യുവാ സുഹൃത്തുക്കളെ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് അള്ളാഹുവിൻ്റെ ഇൽമ നുകരുന്നതിന് വേണ്ടി ഈ പരിശുദ്ധമായ മജ്ലിസിലേക്ക് വന്നെത്തിയിട്ടുള്ള സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, കൊച്ചനുജത്തിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ വിപ്ലവാഭിവാദ്യം ഒരിക്കൽ കൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിനീതൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര മതസ്ഥിൽപ്പെട്ട സഹോദരന്മാരുണ്ടെങ്കിൽ, സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് സ്നേഹോഷ്മളമായ 1000 ആശംസയുടെ പൂച്ചെണ്ടുകൾ ആദ്യമായി അർപ്പിച്ചുകൊള്ളുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നാം അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബ് അവൻ്റെ മഗ്ഫിറത്തിൻ്റെ വിശാലത കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരണവേദന മറന്ന് മരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പാപികളായ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മളേറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവർ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ കൂട്ടുകാരന്മാർ, അവരുടെയൊക്കെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, SKSSFന്റെ ബദിര ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ അവസാനത്തെ ദിവസത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. എനിക്ക് മുമ്പ് ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഇൽമിന്റെ അറിവിന്റെ വാതായനങ്ങൾ തുറന്ന് നിങ്ങളെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതുവഴി അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് പൂരിതമായ സ്വർഗത്തിനകത്ത് കടന്നു പോകുവാനും സുബ്ഹാനഹു വ തആല പാപികളായ നാം ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, ഇന്ന് ഈ വിനീതൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സ്വർഗം, സത്യവിശ്വാസികളുടെ തറവാട്. ഒരുപാട് ആമുഖങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ കവർന്നെടുക്കാതെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുക. കാരണം ഈ പരിപാടി കഴിഞ്ഞിട്ട് പൂവൽ മക്കാമുറൂസ് അവിടുത്തെ പരിപാടിയിലൂടെ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു സമയം കളയാതെ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കടക്കുക. സ്വർഗം സത്യവിശ്വാസികളുടെ തറവാട്. എൻ്റെ ബഹുമാനമുള്ളവരെ, സത്യവിശ്വാസികളുടെ തറവാടാണ് സ്വർഗം. കാരണം മഹാനായ ആദം നബി അലൈഹിസ്സലാമൈ, നമ്മുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമൈ, നമ്മുടെ മാതാവായ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹൈ ഉപേക്ഷിച്ചിട്ട് വന്ന വീടാണ് സ്വർഗം. അതുകൊണ്ടാണ് നമ്മുടെ തറവാടാണ്, സത്യവിശ്വാസികളുടെ തറവാടാണ് സ്വർഗം. അല്ലാഹു അവർക്ക് അവിടെ സുഖലോലുപരായി സന്തോഷമായി കഴിയാനുള്ള ഒരു അവസരം അല്ലാഹു അവർക്ക് നൽകി. എന്നിട്ട് അല്ലാഹു ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ആ വൃക്ഷത്തിന്റെ അടുക്കലേക്ക് പോകരുത്, അതിൽ നിന്ന് പഴം ഭക്ഷിക്കരുത്. പക്ഷെ അല്ലാഹുവിന്റെ വിധിക്ക് എതിര് പ്രവർത്തിച്ചുകൊണ്ട്, അതും അല്ലാഹുവിന്റെ വിധിയാണ്, എതിര് പ്രവർത്തിച്ച കാരണത്താൽ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ആദം നബിയെയും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെയും പുറത്താക്കി. നമ്മുടെ പിതാവും നമ്മുടെ മാതാവും ഉപേക്ഷിച്ചിട്ട് വന്ന വീടാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് കടന്നു പോകുന്നത്. അവിടേക്ക് കടന്നു പോകണമെങ്കിൽ ഒരുപാട് അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നാം കോരിയെടുക്കേണ്ടതുണ്ട്, നേടിയെടുക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ അറിവുള്ളവർക്ക് എന്നും സ്ഥാനമുണ്ടായിട്ടുണ്ട്, വിവരമുള്ളവർ എന്നും മുൻപന്തിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഒരു മരണ വീട്ടിലേക്ക് ആ മയ്യത്ത് പരിപാലനത്തെ കുറിച്ച് അറിയുന്ന ഒരു ഉസ്താദോ അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു ഹാസിയാരോ എലപ്പയോ കടന്നു വന്നാൽ നമ്മൾ അവരോട് പറയാറുണ്ട്, ഉസ്താദേ
നിങ്ങൾ ദുആ ചെയ്യൽ, അല്ലെങ്കിൽ നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കൽ, അല്ലെങ്കിൽ നിങ്ങൾ കഫൻ പൊതിയൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ജനാസയ്ക്ക് ഇമാമായിട്ട് നിന്ന് നമസ്കരിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നാം ഒരു പ്രത്യേക സ്ഥാനവും ആദരവും ബഹുമാനവും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിക്കാഹിന്റെ സദസ്സുകളിൽ ആ നിക്കാഹിനെ കുറിച്ച് അറിയുന്ന ഒരു ഉസ്താദ് കടന്നു വന്നാൽ, ഉസ്താദെ നിങ്ങൾ നിക്കാഹ് നടത്തി, അല്ലെങ്കിൽ നിങ്ങൾ ഖുത്ബ ഓതി, അല്ലെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യൻ എന്ന് പറഞ്ഞ് അവർക്ക് നാം ഒരു പ്രത്യേക സ്ഥാനവും ബഹുമാനവും ആദരവും കൊടുക്കാറുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു, ദാവൂദ് നബിയെ, അങ്ങ് വിചാരിക്കും അങ്ങ് വലിയ ആളാണ്, അങ്ങ് വലിയ പ്രവാചകനാണ് എന്നൊക്കെയുള്ള ചിന്ത അങ്ങേക്കുണ്ടായിരിക്കും. എന്നാൽ അങ്ങയെ ഞാൻ അറിവ് പഠിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഇൽമ പഠിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുക, അറിവ് പഠിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുക. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അന്തം വിട്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആദം നബി അലൈഹിസ്സലാം, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ലയോ അല്ലാഹുവേ, എന്തായാലും നീ എന്നെ അറിവ് പഠിപ്പിക്കുവാൻ തീരുമാനിച്ചല്ലോ, ആ അറിവ് എനിക്ക് പറഞ്ഞു തരുന്നതിന് എന്തായാലും ഒരു ഉസ്താദ് ആവശ്യമാണ്. ആ ഉസ്താദ് ആരാണെന്നറിയാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, താല്പര്യം. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമയോട് അല്ലാഹു അറിയിച്ചു കൊടുത്തു, ദാവൂദ് നബിയെ, അങ്ങയെ ഇൽമ പറഞ്ഞു തരാൻ വരുന്ന, അറിവ് പഠിപ്പിച്ചു തരാൻ വരുന്ന ഉസ്താദ് വേറെ ആരുമല്ല, മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആണ്. അങ്ങക്ക് ഇൽമ പറഞ്ഞു തരുന്നതിന് വേണ്ടി ഞാൻ നിയോഗിച്ചിരിക്കുന്ന ഉസ്താദ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പ്രവാചകനാണെന്നും അല്ല എന്നും അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്. ഇതിനുണ്ടാകുമല്ലോ അഭിപ്രായ വ്യത്യാസം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വളരെ ആദരവും ബഹുമാനവും സ്ഥാനവും കൊടുക്കേണ്ട ആളാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവകുലത്തിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ 114 സൂറത്ത് നൽകിയപ്പോൾ അതിൽ ഒരു സൂറത്ത് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ നാമധേയത്തിലെ ആ സൂറത്ത് ലുഖ്മാൻ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്താണ്. അത്രത്തോളം ആദരവും ബഹുമാനവും സ്ഥാനവും ഒക്കെ കൊടുക്കേണ്ട ആളാ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. അല്ലാഹു ദാവൂദ് നബിയോട് അറിയിക്കുമ്പോൾ, ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ മഹാനായ ദാവൂദ് നബിയോട് വേറൊരു കാര്യം കൂടി അറിയിച്ചു. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമയോട് അല്ലാഹു വേറൊരു കാര്യം കൂടി അറിയിച്ചു കൊടുത്തു. അല്ലയോ ദാവൂദ് നബിയേ, അങ്ങക്ക് ഇൽമ പറഞ്ഞു തരാൻ വരുന്ന, അറിവ് പഠിപ്പിച്ചു തരാൻ വരുന്ന ആള് ചില്ലറക്കാരനല്ല. അതുകൊണ്ട് ദാവൂദ് നബിയേ, അയ്യലാ കുർസിയൽ ലുഖ്മാനിൽ ഹകീം, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അങ്ങ് മനോഹരമായ ഒരു കസേര തയ്യാറാക്കിയിടണം ദാവൂദ് നബിയേ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമയോട് അല്ലാഹു അറിയിച്ചു കൊടുത്തു, ദാവൂദ് നബിയേ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അങ്ങ് മനോഹരമായ ഒരു കസേര തയ്യാറാക്കിയിടണം. എന്തിനാ കസേര തയ്യാറാക്കിയിടുന്നത്? എന്തിനാ കസേര തയ്യാറാക്കിയിടുന്നത്? ദാവൂദ് നബി അലൈഹിസ്സലാം പ്രവാചകനാണെങ്കിലും ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാവാൻ പോവാ. ശിഷ്യനായ ദാവൂദ് നബി തറയിലിരിക്കണം, ഉസ്താദായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു കസേരയിലിരിക്കണം. ഇത് അല്ലാഹു നടപ്പിലാക്കിയ നടപടിയാണ്. വഅദ് പറയാൻ വരുന്ന ഉസ്താദ് ഉയർന്ന ഒരു സ്റ്റേജിലും ആ വഅദ് കേൾക്കേണ്ടവർ തറയിലിരിക്കണം എന്നുള്ളത് അല്ലാഹു നടപ്പിലാക്കിയ നടപടിയാണ്. നമ്മുടെയൊക്കെ പള്ളിയിൽ മിമ്പർ ഉണ്ടല്ലോ. എന്തിനാ മിമ്പർ? ഇന്ന് മിമ്പറും വേണ്ട, മെഹ്റാബും വേണ്ട, തലപ്പാക്കെട്ടും വേണ്ട, ജുബ്ബയും വേണ്ട, മുണ്ടും വേണ്ട. കഴുകിയിട്ടിരിക്കുന്ന തോർത്തെടുത്ത് ഇളി കെട്ടിക്കൊണ്ട് കയറി അല്ലാഹു ബഡാഹെ ഖുത്ബ സഹീഹ എന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാഹു വിവരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ പള്ളിയിൽ എന്തിനാ മിമ്പർ? ഖുത്ബ ഓതുന്ന ഉസ്താദ് ഒരാൾ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബ ഓതും. ആ ഖുത്ബ കേൾക്കേണ്ടവർ പള്ളിയുടെ തറയിലിരിക്കണമെന്നുള്ളത് അല്ലാഹു നടപ്പിലാക്കിയ നടപടിയാണ്. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാമയോട് കസേരയൊക്കെ തയ്യാറാക്കിയിടാൻ പറഞ്ഞു. കസേരയെല്ലാം തയ്യാറാക്കിയിട്ടു. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു കടന്നു വന്നു. വളരെ ആദരവോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പ്രത്യേകം തയ്യാറാക്കിയിട്ട കസേരയിൽ കൊണ്ട് ദാവൂദ് നബി ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിനെ ഇരുത്തിയിട്ട്, ഒരു കൊച്ചുകുട്ടി ഇൽമ കേൾക്കാൻ എങ്ങനെ തറയിലിരിക്കുമോ അതുപോലെ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം തറയിലിരുന്നു. ആ സമയത്ത് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബിയോട് പറഞ്ഞു, ദാവൂദ് നബിയെ, അല്ലാഹു കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അത് അങ്ങേക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള എളുപ്പ വഴികളാണ്. അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാൻ പോവാം. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു
മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രത്യേക ഓർഡറോട് കൂടി ദാവൂദ് നബി അലൈഹിസ്സലാമക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുകയാ. ഇഹ്ഫദ് മിന്നീ സലാസു ഖിസാൽ തുദ്ഖലു ഫീഹി അമലൽ അവ്വലീന വൽ ആഖിരീൻ. ദാവൂദ് നബിയേ, ലോകത്ത് ആദ്യം വന്നു പോരാ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനം വരുന്ന പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ ഇരയായ ലോകത്തുള്ള മനുഷ്യകുലം മുഴുവൻ ചെയ്തു പോയ അമലിന്റെ ഇബാദത്തിന്റെ ആരാധനയുടെ പ്രതിഫലം അങ്ങേക്ക് കരസ്ഥമാക്കാം. ദാവൂദ് നബിയേ, ഇഹ്ഫദ് മിന്നീ സലാസു ഖിസാൽ, ഞാൻ ഈ പറഞ്ഞു തരുന്ന 3 കാര്യങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് പ്രാവർത്തികമാക്കിയാൽ, പ്രത്യേകം പരിഗണന കൊടുത്തുകൊണ്ടങ്ങ് ജീവിച്ചു പോയാൽ അങ്ങയുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം ഉപേക്ഷിച്ചിട്ട് വന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അതൊരു എളുപ്പ വഴിയായിരിക്കും. ദാവൂദ് നബിയേ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബി അലൈഹിസ്സലാമയ്ക്ക് കൊടുക്കുന്ന 3 ഉപദേശം ചില്ലറ ഉപദേശമല്ല. തുദ്ഖലു ഫീഹി അമലൽ അവ്വലീന വൽ ആഖിരീൻ. ലോകത്ത് ആരൊക്കെ വന്നിട്ടുണ്ടോ, ഇനി ആരെല്ലാം വരാനുണ്ടോ, അവര് മുഴുവൻ ചെയ്ത അമലിന്റെ ഇബാദത്തിന്റെ ആരാധനയുടെ പ്രതിഫലം കിട്ടുന്ന 3 ഉപദേശം. അതുകൊണ്ട് അത് പ്രത്യേകം പഠിക്കുക. സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള എളുപ്പ വഴികളാണ് ഈ 3 ഉപദേശം. അത് പ്രത്യേകം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ. സഹോദരിമാരൊക്കെ ഇത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള വഅദ് സ്റ്റേജിൽ നിന്നാണ് നല്ല നല്ല അറിവുകൾ കിട്ടുന്നത്. അപ്പൊ അത് പെറുക്കിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ മുതിരുക. അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബി അലൈഹിസ്സലാമയ്ക്ക് കൊടുക്കുന്ന 1ാമത്തെ ഉപദേശം, അന്തകൂന ഹിർസുക അലദ് ദുനിയാ ബിഖദരി മഖാമിക ഫീഹാ. ദാവൂദ് നബിയേ, അങ്ങീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പണത്തിനോട്, സുഖത്തിനോട്, ആഡംബരത്തിനോട്, പ്രൗഢിയോട് അങ്ങേക്ക് ആർത്തി ഉണ്ടാകും. ദാവൂദ് നബിയേ, എന്നാൽ ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് അങ്ങ് എത്രത്തോളം ജീവിക്കുമെന്നുള്ള ചിന്ത അങ്ങയുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ദാവൂദ് നബിയേ, ദാവൂദ് നബി അലൈഹിസ്സലാമയ്ക്ക് കൊടുക്കുന്ന 1ാമത്തെ ഉപദേശം, സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള 1ാമത്തെ ഉപദേശം, ദുനിയാവിനെ വെടിയുക. 1ാമത്തെ ഉപദേശത്തിൽ തന്നെ നമ്മൾ പോക്കുക. കാരണം എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ദുനിയാവിനെ വെടിയുന്ന കാര്യം അത് മാത്രം നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം ദുനിയാവ് അതിന്റെ സൗന്ദര്യവും അതിന്റെ മുഞ്ചൊക്കെ കാണിച്ച് നമ്മുടെ മുമ്പിലോട്ട് വരുമ്പോൾ അതിനെ വല്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. സ്വർഗത്തിൽ പോണോ, ദുനിയാവിനെ വെടിയണം. എന്തിനാ നമ്മൾ ഈ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നത്? എന്തിനാ നമ്മൾ ഇതിനെ ഇഷ്ടപ്പെടുന്ന അറിയൂ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ്, ഒരു ദിവസം ഒരു മനുഷ്യന്റെ അടുക്കൽ ഓരോ ദിവസവും അസ്റായീൽ അലൈഹിസ്സലാം 7 പ്രാവശ്യം കടന്നു വരും. 7 പ്രാവശ്യം വരും. നമ്മുടെ അടുക്കൽ വന്നിട്ട് നമ്മളോട് പറയും, എടാ നീ മരിക്കുന്ന ദിവസം ഇതാ, നീ മരിക്കാൻ പോകുന്ന സ്ഥലം ഇതാ, നീ മരിക്കാൻ പോകുന്ന സമയം ഇതാ. പക്ഷെ ഇത് കേൾക്കാനുള്ള കഴിവ് നമുക്കില്ലല്ലോ. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കണ്ടിട്ട് മകൻ ജീം ഭൂം ഭാ എന്ന് പറയുമ്പോ താത്ത വല്ലാത്ത പൊട്ടിച്ചിരിയ. ആ സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്ന് താത്താടെ തോളി തട്ടിയിട്ട് പറയും, താത്തോ കട്ടയമ്പടമൊക്കെ മടങ്ങി, ഇനിയെങ്കിലും ആഖിറത്തിന് വേണ്ടി വല്ലതും പണി ചെയ്യാൻ പറയുമ്പോ അത് കേൾക്കാനുള്ള കഴിവ് നമുക്കില്ലല്ലോ. കാരണം എന്താ? നമ്മൾ ഈ ദുനിയാവിന്റെ സുഖത്തിൽ മുഴുകിപ്പോയി എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ, ഇന്നത്തെ ഈ വഅദ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മുടെ ഭാര്യയുമായി സല്ലപിക്കാൻ,
എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റോ ഇന്നത്തെ ഈ വാഴ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മുടെ ഭർത്താവുമായി സല്ലപിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വായിലേക്ക് ആഹാരം വെച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റോ? കാരണം എന്താ? ദുനിയാവിൽ ഗ്യാരണ്ടി ഇല്ലാത്ത ഒരേ ഒരു സാധനം, അത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ മനുഷ്യ സമൂഹമല്ലേ. വേറെ എന്ത് സാധനം നമ്മൾ ദുനിയാവിൽ നിന്ന് വാങ്ങിയാലും ഉറപ്പോടുകൂടിയുള്ള ഗ്യാരണ്ടി തരാറുണ്ട്. ഉറപ്പോടുകൂടിയുള്ള ഗ്യാരണ്ടി വേറെ എന്ത് സാധനം നമ്മൾ ദുനിയാവിൽ നിന്ന് വാങ്ങിച്ചാലും കിട്ടാറുണ്ട്. ഗ്യാരണ്ടി ഇല്ലാത്ത ഒരേ ഒരു സാധനം, അത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ മനുഷ്യര് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ ഞാൻ ഇത്ര വർഷം ഇവിടെ ജീവിക്കും? ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാനൊരു 50, 60, 70, 80, 90, 100 വർഷം ഇവിടെ ജീവിക്കുക എന്ന് ഉറപ്പോടുകൂടി എഴുന്നേറ്റ് നിന്നൊന്ന് കൈ ഉയർത്താൻ ആരെങ്കിലും കൊണ്ട് പറ്റും? കാരണം എന്താ? ആർക്കും ഉറപ്പില്ല. എപ്പോഴാ മരണം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതെന്ന് ആർക്കും ഉറപ്പില്ല. പിന്നെ എന്തിന് നമ്മൾ ഈ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു? അള്ളാന്റെ റസൂല് ഈ നശ്വരമായ ദുനിയാവിനെ കുറിച്ച് എത്രയോ ഹദീസുകളാ നമ്മളോട് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, ദുനിയാ ഖന്തറത്തുൻ ഇലൽ ആഖിറ. അല്ലാഹുവിന്റെ റസൂൽ ഈ ദുനിയാവിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരികയാ, ഈ ദുനിയാവ് ആഖിറത്തിലേക്ക് നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലമാണ്, പാലമാ. സുബ്ഹാനല്ലാഹ്, ദുനിയാവ് ആഖിറത്തിലേക്ക് നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലം. ഈ പാലം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ആഖിറമാണെന്ന ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവർ, ഈ വണ്ടി ഓടിക്കുന്നതിന് നമുക്ക് നിർബന്ധമായിട്ട് എന്ത് വേണം? നിർബന്ധമായിട്ട് എന്ത് വേണം? ലൈസൻസ് വേണം. ഈ ലൈസൻസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ലേണേഴ്സ് പരീക്ഷയുണ്ട്. ആ ലേണേഴ്സ് പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ക്വസ്റ്റ്യൻ? നമ്മൾ പാലത്തിലൂടെ എങ്ങനെ വണ്ടി ഓടിക്കണം? അതിന് നമ്മൾ കൊടുക്കേണ്ട ഉത്തരം എന്താ? പാലത്തിലൂടെ അധിക സ്പീഡ് പാടില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, വളരെ സാവധാനത്തോടുകൂടി സമാധാനത്തോടു കൂടിയായിരിക്കണം വണ്ടി ഓടിക്കണം. അതുപോലെ ദുനിയാവാകുന്ന പാലത്തിലൂടെ നീ സഞ്ചരിച്ചു പോകുമ്പോ എന്റെയും നിങ്ങളുടെയും ശത്രുവാര ഇബ്ലീസ് വന്നിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പല ചിന്തകളും വിട്ടുതരും. എടാ, കള്ളുകുടി കൊള്ളാമടാ, വ്യഭിചാരം കൊള്ളാമടാ, പലിശ മേടിക്കല് കൊള്ളാമടാ, ലോട്ടറി എടുക്കല് കൊള്ളാമടാ, അങ്ങനെ മോശമായ ഓരോ ചിന്തകളും ഇബ്ലീസ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതരുമ്പോ അത് മുഴുവനും പുറങ്കാല് കൊണ്ട് ചവിട്ടിയെറിഞ്ഞിട്ട് ഇലല്ലാ, അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ഇവിടെ നിന്ന് മരണപ്പെട്ട് നാളെ ആഖിറത്തിലേക്ക് കടന്നു ചെന്നാൽ പിന്നെ മുസ്ലിമേ വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട, അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അതല്ല, നേരെ മറിച്ച് ഇബ്ലീസിന് വശംബദനായി ജീവിച്ചുകൊണ്ട് ഇബ്ലീസ് പറയുന്നത് മുഴുവനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ഇവിടെ നിന്ന് മരണപ്പെട്ട് നാളെ ആഖിറത്തിലേക്ക് കടന്നു ചെന്നാൽ അള്ളാന്റെ കത്തിക്കാടുന്ന നരകത്തിലേക്ക് പടച്ചറപ്പ് നമ്മളെ വലിച്ചെറിയുന്നതാ. അള്ളാഹു കാക്കുമാറാകട്ടെ. വശംബദനായി ജീവിച്ചിട്ടാ നീ ഇവിടെ നിന്ന് മരണപ്പെടുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ നരകത്തിലേക്ക് വലിച്ചെറിയും. പടച്ചറമ്പ് കാക്കട്ടെ. പിന്നെന്തിനാ നമ്മൾ ഈ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നത്? വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ ഈ നശ്വരമായ ദുനിയാവിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരികയാ, അദ്ദുനിയാ മിറാറത്തുൽ ആഖിറ. ദുനിയാവ് ആഖിറം നോക്കി കാണേണ്ട കണ്ണാടിയാണ്, കണ്ണാടിയാ. ദുനിയാവ് ആഖിറം നോക്കി കാണേണ്ട കണ്ണാടി. നമ്മുടെയൊക്കെ കണ്ണാടിയുടെ മുമ്പിൽ ഒരുങ്ങാൻ നിൽക്കാറുണ്ട്. എത്ര സമയം നിൽക്കും? വെറും തുച്ഛമായ സമയം. അതുപോലെയുള്ളൂ ഈ ദുനിയാവ്. നമ്മൾ ഈ ദുനിയാവിലൂടെ നോക്കുമ്പോൾ അതിനകത്ത് ആഖിറ പ്രതിബിംബമായി കാണേണ്ടത് ആഖിറത്തെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തരിക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു സ്വഹാബി കടന്നു. ആനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു സ്വഹാബി കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, അസീ അലദ്ദുനിയാ. ബഹുമാനമുള്ളവരെ, ഈ ദുനിയാവിനെ കുറിച്ച് എനിക്കൊരു ഉപമ പറഞ്ഞു തരണം. ബഹുമാനമുള്ളവരെ, ലോക ചരിത്ര സത്യത്തിന് നേതൃത്വം വഹിച്ച മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു
അല്ലാഹുവിനെ മറന്നുകൊണ്ട്, പള്ളി മറന്നുകൊണ്ട്, നിസ്കാരം മറന്നുകൊണ്ട്, നോമ്പ് മറന്നുകൊണ്ട്, സകാത്ത് മറന്നുകൊണ്ട്, സ്വതഖ മറന്നുകൊണ്ട്, പാവപ്പെട്ടവനെ മറന്നുകൊണ്ട്, അഅ്മാലു സ്വാലിഹാത്തുകളെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ പിറകെ പണമുണ്ടാക്കാൻ പരക്കം പായുന്നവരെ, നിസ്കാരവും നോമ്പും ഓതലുമെല്ലാം പള്ളിയിലുള്ള മൊയ്ലിയാക്കന്മാർക്കും തങ്ങന്മാർക്കും പറഞ്ഞിട്ടുള്ളതാ. നമുക്ക് കുടുംബം പോറ്റുന്ന പണിയാ. അതുകൊണ്ട് നിസ്കരിക്കാൻ നിങ്ങൾക്ക് സമയമില്ല, നോമ്പ് പിടിക്കാൻ നിങ്ങൾ തയ്യാറല്ല, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് സകാത്ത് കൊടുക്കാൻ ഞങ്ങൾ അർഹരല്ല, ഞങ്ങൾക്ക് കുടുംബം പോറ്റുന്ന പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ, തിരക്കുള്ളവനും തിരക്കില്ലാത്തവനും, കച്ചവടം നടത്തുന്നവനും മുതലാളിയും തൊഴിലാളിയും, ഡോക്ടറും രോഗിയും പ്രതിയും വക്കീലും ജഡ്ജിയുമെല്ലാം അല്ലാഹുവിന്റെ വിധിവിലക്കിന്റെ മുന്നിൽ ഒരേപോലെ പാകപാത്രമാകണമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ദുനിയാവിനെ കുറിച്ച് ഉപമ പറയാ. അദ്ദുനിയാ കഹുൽമിൻ നായിമീൻ. ദുനിയാവ് ഉറങ്ങുന്നവർ കാണുന്ന സ്വപ്നം പോലെയാണ്, സ്വപ്നം പോലെയാ. സുബ്ഹാനല്ലാഹ്, ദുനിയാവ് ഉറങ്ങുന്നവർ കാണുന്ന സ്വപ്നം പോലെയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഉറക്കത്തിൽ എന്തെല്ലാം സ്വപ്നം കാണാറുണ്ട്. നേരെ ചൊവ്വേ നടക്കാൻ പോലും അറിഞ്ഞൂടാത്ത നമ്മൾ എത്രയോ പ്രാവശ്യം ആകാശത്തുകൂടി എയ്റോപ്ലെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, കട്ടിലിൽ കിടന്ന് കണ്ടിരിക്കുന്നത്. നേരെ ചൊവ്വേ നടക്കാൻ പോലും അറിഞ്ഞൂടാത്ത നമ്മള് 1 കോടിയുടെയും 2 കോടിയുടെയും BMW കട്ടിലിൽ കിടന്നുകൊണ്ട് 140 മൈൽ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോയി അവസാനം കട്ടിലിൽ നിന്ന് തറയെ വീണ് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോ ഒന്നുമില്ല. ഇതാണ് ദുനിയാവ്. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. പണ്ഡിതന്മാര് പറയുകയാ, വമൽ മാലു വല്ലഹ്ലൂന ഇല്ലാ വദായിഉ വലാ ബുദ്ദ യൗമൻ തുറദ്ദുൽ മവാദിഉ. പണ്ഡിതന്മാര് പറയുകയാണ്, അല്ലാഹു നിന്നെ ഈ ലോകത്ത് പടച്ചപ്പോ നിന്റെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി അല്ലാഹു നിനക്ക് ഭാര്യയെ തന്നു, മക്കളെ തന്നു, വീട് തന്നു, വാഹനം തന്നു, വസ്തു തന്നു, റബ്ബർ തന്നു. ഇതെല്ലാം നിനക്ക് തന്നത് എന്തിനെന്നറിയോ? ഒരു ദിവസം അസ്റായീലിന്റെ കരാള ഹസ്തത്തിൽ നിന്റെ റൂഹ് പിടിപെട്ടാൽ പിന്നെ മുസ്ലിമേ നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് രക്ഷയില്ല, നിന്റെ മണിസൗധങ്ങൾ കൊണ്ട് നിനക്ക് രക്ഷയില്ല, നിന്റെ വാഹനങ്ങൾ കൊണ്ട് രക്ഷയില്ല. ഇതെല്ലാം ദുനിയാവിൽ കളഞ്ഞിട്ട് നാളെ 6 അടി മണ്ണിന്റെ അകത്ത് ഒതുങ്ങേണ്ടവനാണെന്ന ചിന്ത എപ്പോഴും നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ മതിമറന്നു പോകാതെ അല്ലാഹുവിനനുസരിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാ, നിങ്ങൾക്ക് എത്രയോ അനുഗ്രഹങ്ങളാ ഞാൻ വാരിക്കോരി ചൊരിഞ്ഞു തന്നിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങളിൽ മതിമറന്നു പോകാതെ എന്നെ നിങ്ങൾ അനുസരിച്ചാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലയിൻ സക്കറതും, എടാ നിനക്ക് ഞാൻ എത്രയോ അനുഗ്രഹങ്ങളാ വാരിക്കോരി ചൊരിഞ്ഞു തന്നിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങളിൽ മതിമറന്നു പോകാതെ എന്നെ നീ അനുസരിച്ചുകൊണ്ട് എനിക്ക് നീ നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ചു പോയാൽ അസീദന്നകും, ഇനിയും നിനക്ക് ഞാൻ ഒരുപാട് സമ്പത്ത് തരാം, ഒരുപാട് മണിസൗധങ്ങൾ തരാം, ഒരുപാട് വാഹനങ്ങൾ തരാം, ഒരുപാട് സുഖ സൗകര്യങ്ങൾ തരാം. അതല്ല, നേരെ മറിച്ച് എന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് എന്നെ മതിമറന്നുകൊണ്ട് ജീവിച്ചു പോയാൽ വലയിന കഫർതും ഇന്ന അദാബി ലശദീദ്, എന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ആസ്വദിച്ചുകൊണ്ട് എനിക്ക് എതിര് പ്രവർത്തിച്ചാൽ ഇന്ന അദാബി ലശദീദ്, നീ നാളെ ആഖിറത്തിൽ കാണാൻ പോകുന്ന ശിക്ഷയുണ്ടല്ലോ, അത് നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു എത്രയോ അനുഗ്രഹങ്ങളാ നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞു തന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, എന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ദുനിയാവിൽ എന്നെ മറന്നുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്ന ശിക്ഷ നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് ഖുർആൻ നമ്മളോട് താക്കീത് ചെയ്യുക. അപ്പൊ ഇത് പറയുമ്പോൾ ഒരുപാട് പേര് പറയും, ഉസ്താദേ എനിക്കൊരുപാട് അനുഗ്രഹം അല്ലാഹു തന്നിട്ടില്ലല്ലോ. കാരണം
ഞാൻ ഇന്നും വാടക വീട്ടിലാണ് കഴിയുന്നത്. എത്രയോ പേര് സുഖ സൗകര്യങ്ങളുള്ള മണിസൗധത്തിൽ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഇന്നും വാടക വീട്ടിലല്ലേ കഴിയുന്നത്. ഒരുപാട് പേര് AC ഇട്ട വാഹനത്തിനകത്ത് സഞ്ചരിക്കുമ്പോ ഞാൻ ഇന്നും നടന്നല്ലേ പോകുന്നത്. അല്ലാഹു എനിക്കൊരുപാട് അനുഗ്രഹമൊന്നും തന്നില്ലല്ലോ. നമ്മൾ അനുഗ്രഹമായി കാണുന്നത് ഇതാ, നല്ല വീട്, നല്ല വാഹനം, ഒരുപാട് സമ്പത്ത്, ഇതൊക്കെയാണ് അനുഗ്രഹമായി കാണുന്നതെങ്കിൽ നമ്മൾ കാണാതെ പോയ കുറെ അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഉമറേ, ശുദ്ധമായ ഖുർആനിന്റെ 1000 ആയത്ത് ഓതണമെന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ 1000 ആയത്ത് തന്നെ ഓതണമെന്നല്ല, എന്നാൽ ഖുർആനിന്റെ അകത്ത് 1000 ആയത്ത് ഓതിയ പ്രതിഫലം കിട്ടുന്നൊരു സൂറത്ത് ഉണ്ട് ഉമറേ. റസൂൽ ഉമറിനോട് പറഞ്ഞു, ഉമറേ, 1000 ആയത്ത് ഓതണമെന്ന് പറഞ്ഞാൽ 1000 ആയത്ത് തന്നെ ഓതണമെന്നല്ല, എന്നാൽ 1000 ആയത്ത് ഓതിയ പ്രതിഫലം കിട്ടുന്നൊരു സൂറത്ത് ഖുർആനിന്റെ അകത്തുണ്ട്. ഉമ്മാമാരും ഉപ്പാപ്പമാരൊക്കെ വിചാരിക്കും കുൽഫു അല്ലാഹി. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ എപ്പോഴെങ്കിലും ഖുർആൻ ഒന്ന് തുറന്നു വെച്ച് നോക്കണം. നമ്മൾ ഓതുന്ന അക്ഷരമൊക്കെ അതിനകത്തുണ്ടാകും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുമോ? ഒരുപാട് പേര് ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ ഖുർആൻ തന്നെ അവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ശപിച്ചുകൊണ്ടിരിക്കുക. വായി തോന്നുന്നത് കോതയ്ക്ക് വാട്ടെന്ന് പറഞ്ഞുള്ള ഖുർആൻ ഓതിയാൽ ഖുർആൻ നമ്മളെ ശപിക്കും. അതുകൊണ്ട് ഖുർആനിന്റെ തജ്വീദും അതിന്റെ നിയമങ്ങളും അതിന്റെ വശങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ഓതാൻ. അതുകൊണ്ട് പഠിക്കുക. അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 1000 ആയത്ത് ഓതിയ പ്രതിഫലം കിട്ടുന്ന സൂറത്ത് ഖുർആനിന്റെ അകത്തുണ്ട്. ആവേശമായി, ആഗ്രഹമായി, ആർത്തിയായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, വമാ ഹാദിഹി സൂറത്തു യാ റസൂലല്ലാഹ്, നബിയേ, 1000 ആയത്ത് ഓതിയ പ്രതിഫലം കിട്ടുന്ന സൂറത്ത് ഖുർആനിന്റെ അകത്തുണ്ടോ നബിയേ? ആ സൂറത്ത് ഏതാണെന്ന് നീ പാവപ്പെട്ട ഉമറിന് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന സൂറത്ത് ഏതാ? എന്റെ ബഹുമാനമുള്ള ചെറുപ്പക്കാരാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ട് വൈകുന്നേരം നിന്റെ കിടക്കയിലേക്ക് വന്ന് കിടക്കുമ്പോ നിന്റെ 1GB-യുടെയും 2GB-യുടെയും 3GB-യുടെയും 4GB-യുടെയും മെമ്മറി കാർഡിനകത്ത് നീ കയറ്റി വെച്ചിരിക്കുന്ന അഴകുള്ള നഗ്നവേലികളില്ലേ, അത് ആരും കാണാതെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നീ കണ്ടാസ്വദിക്കുന്നവനാണെങ്കിൽ വേണ്ട മോനെ മാറ്റിക്കോടാ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് എന്താ പറഞ്ഞതെന്നറിയോ? അലം നജ്അൽ ലഹു ഐനൈർ, നിങ്ങൾക്ക് ഞാൻ സുന്ദരമായ 2 കണ്ണുകൾ തന്നില്ലേ? ആ കണ്ണ് തന്നത് എന്തിനെന്നറിയോ? എന്റെ അനുഗ്രഹങ്ങൾ കണ്ട് ആസ്വദിക്കാനാ. അതല്ലാതെ ഹറാമിയത്തിന്റെ നോട്ടത്തിലേക്ക് നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കിക്കഴിഞ്ഞാൽ പൊന്നുപോലെ നിന്റെ കണ്ണിന്റെ കാഴ്ചയക്കാരം പടച്ചറപ്പെന്നെടുത്ത് മാറ്റിയാൽ പിന്നെ ഈ ദുനിയാവിന്റെ സുന്ദരമായ അനുഗ്രഹങ്ങൾ കണ്ടാസ്വദിക്കാൻ കഴിയോ? നിന്റെ മാതാപിതാക്കളെ കാണാൻ കഴിയോ? നിന്റെ ഭാര്യ മക്കളെ കണ്ട് നിനക്ക് ആസ്വദിക്കാൻ കഴിയോ? അതുകൊണ്ട് പൊന്നുപോലെ ഹറാമിയത്തിന്റെ നോട്ടത്തിലേക്ക് നിന്റെ കണ്ണുകൊണ്ട് നോക്കണ്ടടാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന സൂറത്ത് ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സൂറത്ത് തകാസുർ ഓതിയാൽ 1000 ആയത്ത് ഓതിയ പ്രതിഫലം. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോ പോയിരുന്ന് ഓതിക്കും. അല്ലാഹു അതിന്റെ പ്രതിഫലം തരും. അല്ലാഹു അത് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വലിയ സംശയമായി. നമ്മൾ അങ്ങനെ ആവണം. എന്തെങ്കിലും കേട്ടിട്ട് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം മാറ്റിയിട്ടേ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മുടെയൊക്കെ ചെറുപ്പക്കാരുടെ ചോദ്യം കേട്ടാൽ ഇന്ന് വല്ലാത്ത ചോദ്യങ്ങൾ.
കാരണം പണ്ടൊരു സ്ഥലത്ത് പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാർ ഓടിക്കൊണ്ടുവന്നൊരു ചോദ്യം കേട്ട് ചിരിച്ചു. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ തുമ്മിയാൽ എന്ത് പറയണം? ഒന്നും പറയണ്ട, മിണ്ടാതിരിക്കുക. തുമ്മിയാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. ഇനി മൂക്കിന്റെ അകത്ത് തുരുമ്പിട്ടിട്ട് തുമ്മിയാൽ എന്ത് പറയണം? ഇതാണ് ക്വസ്റ്റ്യൻ. സാധാരണ നമ്മുടെയൊക്കെ നാട്ടില് മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകൽ നിർബന്ധമാണല്ലോ. ഇനി ആവണക്കെണ്ണ എണ്ണ കുടിച്ചിട്ടാണ് അത് പോണെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെയാണ് ചെറുപ്പക്കാരുടെയൊക്കെ ചോദ്യം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, വിശുദ്ധമായ ഖുർആനിന്റെ അകത്ത് സൂറത്തുൽ ബഖറയുണ്ട്, സൂറത്ത് ആല ഇംറാൻ ഉണ്ട്, സൂറത്തുൽ നിസാ ഉണ്ട്, സൂറത്തുൽ മാഇദയുണ്ട്, സൂറത്തുൽ അഅറാഫ്, സൂറത്തുൽ അൻആം ഉണ്ട്. അങ്ങനെ വലിയ വലിയ സൂറത്തുകൾ ഉള്ളപ്പോ ഈ ഒരു ചെറിയ സൂറത്തിന് മാത്രം എന്ത് ഇത്രത്തോളം പ്രതിഫലം കിട്ടാൻ കാരണം? അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുക. അല്ലാഹുവിന്റെ റസൂൽ മഹാനായ ഉമറിനോട് പറഞ്ഞു കൊടുക്കുകയാ, മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന, പേടിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരായത്ത് ആ സൂറത്തിന്റെ അവസാനത്തിലുണ്ട്. ഉമറേ, അല്ലാഹു എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് മുഴുവനും പടച്ചറപ്പ് നാളെ ചോദിക്കുന്നതാ എന്നൊരു ആയത്തുള്ള കാരണത്താൽ ഈ സൂറത്തിന് ഇത്രത്തോളം പ്രതിഫലം കിട്ടാൻ കാരണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മഹാനായ ഉമറിനോട് പറഞ്ഞു കൊടുക്കുകയാ. അവസാന ദിവസം എന്ത് അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് മുഴുവനും പടച്ചറപ്പ് ചോദിക്കും. എന്ത് തന്നാലും ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുത്തിട്ട് നമ്മുടെ കാൽപാദങ്ങളെ നാളെ ആഖിറത്തിൽ ചലിപ്പിക്കാൻ പറ്റും. നമ്മുടെയൊക്കെ വിചാരണ അല്ലാഹു എളുപ്പമാക്കട്ടെ. ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോ ആ സദസ്സിൽ നിന്ന് ഒരു പാവപ്പെട്ട സഹാബി എഴുന്നേറ്റുകൊണ്ട് നബിതങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ആ സ്വഹാബി പറയുകയാ, നജൗതു യാ റസൂലല്ലാഹ് ലാ ദിർഹമുൻ വലാ ദീനാർ. നബിയേ, ഞാൻ രക്ഷപ്പെട്ടു നബിയേ, എനിക്ക് കയറി കിടക്കാൻ ഒരു കിടപ്പാടം എന്റെ പടച്ചറപ്പ് തന്നില്ലല്ലോ നബിയേ. എത്രയോ ദിവസമായി ഞാൻ ആഹാരം കഴിച്ചിട്ട് ഒരു നേരത്തെ ആഹാരം പോലും വാങ്ങിച്ച് കഴിക്കാനുള്ള പൈസ എന്റെ പടച്ചറപ്പ് എനിക്ക് തന്നില്ലല്ലോ നബിയേ. എത്രയോ മാസമായി ഞാൻ ധരിച്ചു കൊണ്ടുപോകുന്ന ഈ കീറിപ്പറിഞ്ഞ വസ്ത്രം, ഈ വസ്ത്രം പോലും മാറ്റിയെടുക്കാനുള്ള പൈസ എന്റെ പടച്ചറപ്പ് എനിക്ക് തന്നില്ലല്ലോ നബിയേ. അതുകൊണ്ട് ആഖിറത്തിൽ എന്നോട് അല്ലാഹു ഒരു ചോദ്യവും ചോദിക്കില്ലല്ലോ നബിയേ. പാവപ്പെട്ട സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് അല്ലാഹു പൈസ തന്നില്ലല്ലോ, എനിക്ക് അല്ലാഹു വീട് തന്നില്ലല്ലോ, എനിക്ക് അല്ലാഹു സുഖങ്ങൾ തന്നില്ലല്ലോ. ഇതൊക്കെയാണ് നമ്മൾ അനുഗ്രഹമായി കാണുന്നത്. ആ പറഞ്ഞ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല, നിന്നോടും പടച്ചറപ്പ് നാളെ ഒരു 3 അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കും. അതിന് മറുപടി കൊടുത്തിട്ടേ നിന്റെ കാൽപാദങ്ങൾ നിനക്ക് ചലിപ്പിക്കാൻ പറ്റും. ആ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ആ അനുഗ്രഹങ്ങളെ അല്ലാഹുവിന്റെ റസൂലിനോട് ആ പാവപ്പെട്ട സ്വഹാബി ചോദിക്കുന്നു, നബിയേ, എന്നോട് പോലും പടച്ചറപ്പ് ചോദിക്കുന്ന അനുഗ്രഹങ്ങളും നിനക്ക് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം ഏതാ? എന്റെ ബഹുമാനമുള്ള മുസ്ലിമേ, നമ്മൾ ഗൗരവമായിട്ടെടുക്കാത്ത, മൈൻഡ് ചെയ്യാത്ത, കാര്യമായിട്ടെടുക്കാത്ത ഒന്നാമത്തെ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാ. സൂര്യന്റെ താപമേറ്റിട്ട് നിന്റെ ശരീരത്തിന് വല്ലാതെ ക്ഷീണം തോന്നുമ്പോ, നിന്റെ ശരീരത്തിന് വല്ലാത്ത തളർച്ച തോന്നുമ്പോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളായ വൃക്ഷങ്ങളുടെ മരച്ചുവട്ടിലേക്ക് കയറി നിന്നിട്ട് ആ തണല് നീ എന്ന് ആസ്വദിച്ചാൽ പൊന്നുമോനെ, അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാ. ആ അനുഗ്രഹത്തെ കുറിച്ച് പോലും പടച്ചറപ്പ് നാളെ ആഖിറത്തിൽ നമ്മളോട് ചോദിക്കുന്നതാ. ആ ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ടല്ലാതെ നമ്മുടെ കാൽപാദങ്ങളെ നമുക്ക് ചലിപ്പിക്കാൻ പറ്റില്ല മുസ്ലിമേ. ഒന്നാമത്തെ അനുഗ്രഹം ഏതാ? അല്ലാഹുവിന്റെ തണൽ.
അള്ളാഹുവിന്റെ തണൽ ഇപ്പൊ വല്ലാത്ത ചൂടാ, എവിടെ പോയാലും വല്ലാത്ത ചൂടാ. ആ ചൂടിൽ നീ ഒന്ന് മാറി, നിന്റെ ശരീരത്തിന് ക്ഷീണം തോന്നുമ്പോ ആ ചൂടിൽ നിന്ന് നീ ഒന്ന് നിന്റെ ശരീരത്തെ ക്ഷീണം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ വൃക്ഷങ്ങളുടെ മരച്ചുവട്ടിലേക്ക് കയറി നിന്നിട്ട് ആ തണൽ നീ ഒന്ന് ആസ്വദിച്ചാൽ അത് പടച്ചറപ്പിന്റെ അനുഗ്രഹമാ. അതിനെക്കുറിച്ച് പോലും അള്ളാഹു നമ്മളോട് ചോദിക്കും. ഒന്നാമത്തെ അനുഗ്രഹം നമ്മൾ വലിയ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഇനി രണ്ടാമത്തെ അനുഗ്രഹം. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല പാവപ്പെട്ട സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാ, നിന്റെ കാൽപാദത്തിലേക്ക് ഒരു മുള്ള കയറാതെ, കല്ല് കയറാതെ നിന്റെ കാൽപാദത്തിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നിലോട്ട് നടന്നു പോകുന്ന രണ്ട് ചെരുപ്പുകളില്ലേ, ഈ ചെരുപ്പിനെ കുറിച്ച് പോലും പടച്ചറപ്പ് നാളെ നമ്മളോട് ചോദിക്കുന്നതാ. നമ്മൾ ധരിച്ചിരിക്കുന്ന രണ്ട് ചെരുപ്പ്, ഈ ചെരുപ്പിനെ കുറിച്ച് പോലും അള്ളാഹു നമ്മളോട് ചോദിക്കും. ഈ ചെരുപ്പ് നമുക്ക് ഇന്ന് വലിയ അനുഗ്രഹമായിട്ട് തോന്നൂല. എന്നാണ് ഇത് അനുഗ്രഹമായിട്ട് തോന്നുന്നതെന്നറിയൂ? പരിശുദ്ധമായ റമദാനിന്റെ 30 നോമ്പ് നമ്മൾ പിടിച്ചു. അങ്ങനെ ആരൊക്കെയോ ഒരുപാട് പൈസ സക്കാത്തായിട്ട് തന്നു. ആ പൈസയും കൊണ്ട് പെരുന്നാളിന്റെ തലേ ദിവസം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കടയിലേക്ക് നമ്മൾ പോകും. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ചെരുപ്പ് നമ്മൾ വാങ്ങിക്കും. അതും ഇട്ട് പെരുന്നാളിന്റെ കൂട്ടുകാരെ കാണിച്ച് അടിച്ചു പൊളിച്ച് പള്ളിയിൽ വന്ന് പെരുന്നാൾ നിസ്കരിക്കുന്നതിന് വേണ്ടി ചെരുപ്പ് ഊരിയിട്ട് പെരുന്നാൾ നിസ്കരിച്ച് തിരിച്ചിറങ്ങി വെക്കുമ്പോൾ ഈ ചെരുപ്പ് ഏതോ പഹയെടുത്ത് കൊണ്ടുപോയി. അന്ന് ഈ ചെരുപ്പ് നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് തോന്നും. ഈ ചെരുപ്പിനെ കുറിച്ച് പോലും അള്ളാഹു നാളെ ആഖിറത്തിൽ ചോദിക്കും. അതിന് മറുപടി കൊടുത്തിട്ടേ നമ്മുടെ കാൽപാദങ്ങളെ ചലിപ്പിക്കാൻ പറ്റും. രണ്ടാമത്തെ അനുഗ്രഹം ഏതാ? നമ്മൾ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല ഈ അനുഗ്രഹം. ഈ മൂന്നാമത്തെ അനുഗ്രഹം. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂല് ആ പാവപ്പെട്ട സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്ന അനുഗ്രഹമേതാ? മാഉൻ ബാരിദാ, മാഉൻ ബാരിദാ. അല്ലാഹുവിന്റെ ആകാശത്ത് നിന്ന് പെയ്ത് വീഴുന്ന മഴത്തുള്ളികളാ ഒരു ഗ്ലാസിന്റെ അകത്ത് വെള്ളമായി നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഓ വെള്ളം കുടിച്ചുകൊണ്ട് നിന്റെ ദാഹം മാറ്റിയാൽ, നിന്റെ ക്ഷീണം മാറ്റിയാൽ അതല്ലാന്റെ അനുഗ്രഹമാ. ഓ അനുഗ്രഹത്തെ കുറിച്ച് പോലും പടച്ചറപ്പ് നമ്മളോട് നാളെ ചോദിക്കുന്നതാ. മൂന്നാമത്തെ അനുഗ്രഹം ഏതാ? വെള്ളം. വെള്ളം കിട്ടാത്തത് കൊണ്ടാണല്ലോ നമുക്ക് വലിയ വിഷമം. അള്ളാഹു തരാൻ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പടച്ചറപ്പ് തടഞ്ഞു വെച്ചാൽ പിന്നെ എവിടെ പോയി നമ്മൾ ചോദിക്കും? പണ്ടൊക്കെ നമ്മൾ റോട്ടിൽ കൂടെ നടന്നു പോയാൽ അല്ലെങ്കിൽ വാഹനത്തിൽ കൂടെ പോയാൽ കാണുന്ന ഒരു ക്യൂ ഉണ്ടായിരുന്നു. ബാറിന്റെ മുമ്പിൽ ഒരു ക്യൂ ഉണ്ടായിരുന്നു. ഇന്ന് വേറെ പൈപ്പിന്റെ മുമ്പിലാണ്, പഞ്ചായത്ത് കിണറിന്റെ മുമ്പിലാണ് വലിയ ക്യൂ ആണ്. ആ ക്യൂവിന് ഭയങ്കര അടിയാണ്. പക്ഷെ മറ്റേ ബാറിന്റെ ക്യൂവിന് വലിയ സമാധാനം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നിന്നാലും ഒരു പ്രശ്നം. പക്ഷെ ഇവിടെ വന്നിട്ട് വെള്ളത്തിന് വേണ്ടി വലിയ അടിയാണ്. രണ്ടും വെള്ളത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അള്ളാഹു തരാൻ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പടച്ചറപ്പ് തടഞ്ഞു വെച്ചാൽ ഒരുപാട് ഗതിക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് എത്രയോ അനുഗ്രഹം. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ളവരെ, പടച്ചറപ്പിന് വേണ്ടി എത്രത്തോളം സ്തുതികൾ നമ്മൾ പാടിയാലും മതി വരില്ല മുസ്ലിമേ. കാരണം എന്താ? ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഫലസ്തീനിലും ലബനാനിലെയും ഗാസയിലെയും പാവപ്പെട്ട പിഞ്ചോമന മക്കള്, അവിടുത്തെ സഹോദരന്മാര് സഹോദരിമാര് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് മൃഗങ്ങളുടെ കാഷ്ടം പോലും തിന്നുകൊണ്ട് ജീവിച്ചു പോകുന്ന ഈ പ്രത്യേക സാഹചര്യത്തില് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ തീന്മേശയിലേക്ക് എത്രയോ സുഭിക്ഷമായ സുന്ദരമായ ആഹാരമാ കടന്നു വരുന്നത്. ആ ആഹാരം കഴിച്ചിട്ട് പടച്ചറപ്പിനോട് എത്രത്തോളം സ്തുതികീർത്തനങ്ങൾ പാടിയാലും മതി വരില്ല മുസ്ലിമേ. നമുക്ക് എത്രയോ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ മതിമറന്നു പോകാതെ ദുനിയാവിൽ ജീവിക്കും. ഈ ദുനിയാവിൽ നമുക്ക് തോന്നും പോലെ ഒന്നും ജീവിക്കാൻ പറ്റാൻ നമുക്ക് തോന്നുന്നത് പോലെ ഒന്നും ജീവിക്കാൻ പറ്റില്ല. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ദുനിയാവിൽ നീ എങ്ങനെ ജീവിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പുന്നാര നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, കുൻ ഫിദ്ദുനിയാ കന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ
ഓ ഇബ്നു ഉമറേ, നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? ഒരു വിദേശിയെ പോലെ ജീവിക്കണേ. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണേ. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നിന്റെ ശരീരത്തെ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ട് വേണം ഇബ്നു ഉമറേ നീ ദുനിയാവിൽ ജീവിക്കാനെന്ന് അല്ലാഹുവിന്റെ റസൂൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് എങ്ങനെയാ? ഒരു വിദേശിയെ പോലെ ജീവിക്കണം. ഇവിടെ നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് പോയ നാം എന്നായാലും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടവരാണ്. നമ്മൾ വിദേശികളാ, എന്നായാലും ആഖിറത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. പിന്നെയോ ഔ ആബിറു സബീൽ, ഒരു യാത്രക്കാരനെ പോലെ ജീവിതം. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവാസനത്തിന് വന്ന ഞാനൊരു യാത്രക്കാരനാ, തിരിച്ചെന്റെ നാട്ടിലേക്ക് പോകണം. അതുപോലെ ആഖിറമാകുന്ന എന്റെ യഥാർത്ഥ വീട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ട യാത്രക്കാരനാണ്. നിന്റെ ശരീരത്തെ നീ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ട് വേണം ജീവിക്കാൻ. എത്ര പേരെണ്ണുന്നുണ്ട് നമ്മുടെ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന എത്രയോ മഖ്ബറകളെ നാം കാണുന്നു. ആ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ട് വേണം എന്റെ ശരീരത്തെ നീ ജീവിപ്പിക്കാനെന്ന് അല്ലാഹു. നമ്മളിൽ എത്ര പേര് നമ്മുടെ ശരീരത്തെ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ട് ഖബർ കാണുമ്പോ എന്ത് പറയണമെന്നാ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പഠിപ്പിച്ചെന്ന്? എന്ത് പറയണമെന്നാ? ഗുഡ് ബൈ എന്ന് പറയണോ? എന്ത് പറയാനാ പഠിപ്പിച്ചേ? സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇതിന്റെ അർത്ഥം എന്തെന്നറിയോ? വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലാഹു ഉദ്ദേശിച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ നിങ്ങളോടൊപ്പം വന്ന് ചേരുന്നുണ്ട്. ഇതാണ് നമ്മൾ അവരെ നോക്കിയിട്ട് പറയുന്നത്. ഖബറിനകത്ത് പോയിട്ട് നമ്മുടെ സമ്പത്തിന്റെ ആധിക്യമോ നമ്മുടെ രാഷ്ട്രീയ സ്വാധീനമോ നമ്മൾ വലിയ AC ഇട്ട റൂമിന്റെ അകത്ത് കിടന്നുറങ്ങിയവരാണെന്നൊക്കെ പറയാൻ പറ്റും? അറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഫാത്തിമ ബീബിക്ക് വേണ്ടി തയ്യാറാക്കിയ ഖബറിന്റെ അടുക്കലേക്ക് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് ആ ഖബറിനോട് സംസാരിക്കുകയാ. അതദിരീ മനില്ലത്തി ജനാബിക യാ ഖബർ, ഓ ഖബറേ, ഞങ്ങളിതാ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പോകുന്ന മയ്യത്ത് ആരുടെ മയ്യത്താണെന്നറിയോ? അത് ചില്ലറക്കാരിയുടെ മയ്യത്തല്ല, ബിന്ത് റസൂലില്ലാ. ഈ ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ മയ്യത്താണ് ഖബറേ. തീർന്നില്ല പടർക്കളത്തിൽ ഒരു പടക്കുതിരയെ പോലെ പാഞ്ഞോടി ശത്രുക്കളുടെ തലകൾ അന്തരീക്ഷത്തിലൂടെ കരിയില പോലെ പാറി പറപ്പിച്ച മഹാനായ അലിയാർ തങ്ങളില്ലേ, ഓ അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ മയ്യത്താണ് ഖബറേ. തീർന്നില്ല ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, ഹസനിന്റെയും ഹുസൈനിന്റെയും മാതാവാര ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മയ്യത്താണ് ഖബറേ. ഞങ്ങളിതാ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്ന് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബിയുടെ ഖബറിനോട് സംസാരിക്കുമ്പോ ഓ ഖബറിന്റെ ഭാഗത്തു നിന്നൊരു അശരീരി കേൾക്കുന്നു. പാന മൗദിഇ ഹസബി വലാ നസബി. ഇവിടെയാരും കുടുംബ മഹിമ പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട, ഇവിടെയാരും രാഷ്ട്രീയത്തിന്റെ സ്വാധീനം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട, ഇവിടെയാരും സമ്പത്തിന്റെ ആധിക്യം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട, ഇവിടെയാരും മസിൽ പവർ പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട. ആരെങ്കിലും അല്ലാഹനെ അനുസരിച്ചുകൊണ്ട് അല്ലാഹനെ പേടിച്ചുകൊണ്ട് അല്ലാഹ്ക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചിട്ടാ നീ ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിലും നിനക്ക് ഞാനെന്ന് കരുണ ചെയ്യുന്നതാ. അതല്ല, നേരെ മറിച്ച് അല്ലാഹനെ മറന്നുകൊണ്ട്, പള്ളി മറന്നുകൊണ്ട്, നിസ്കാരം മറന്നുകൊണ്ട്, നോമ്പ് മറന്നുകൊണ്ട്, സകാത്ത് മറന്നുകൊണ്ട്, സ്വതഖ മറന്നുകൊണ്ട്, പാവപ്പെട്ടവരെ മറന്നുകൊണ്ട്, അഅ്മാലു സ്വാലിഹാത്തുകൾ മറന്നുകൊണ്ട് ദുനിയാവിന്റെ തുലിക്ക് പുറത്ത് അഹങ്കാരത്തോടെ, അഹംഭാവത്തോടെ, അധർമ്മത്തോടെ ജീവിച്ചിട്ടാ നീ ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിൽ നിനക്ക് ഞാനെന്നെ ദുസ്വഭാവം
സ്വഭാവം കാണിച്ചു തരിക തന്നെ ചെയ്യുമെന്ന ഫാത്തിമ ബീബിയുടെ ഖബർ പോലും വിളിച്ചു പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, സീരിയൽ നടീനടന്മാർക്ക് വേണ്ടി കണ്ണുനീരൊലിപ്പിക്കുന്ന നമ്മുടെ മയ്യത്തെങ്ങാനും ആ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുചെന്നാൽ ഓ ഖബർ എന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സിനിമാ ലോകത്തിന്റെ പിറകെ പാഞ്ഞു പോയിക്കൊണ്ട് സിനിമാതടൻ വെക്കുന്നത് പോലെ മുടി വെക്കാൻ, സിനിമാതടൻ ധരിക്കുന്നത് പോലെ ഉടുപ്പ് ധരിക്കാൻ, പേന്റ് ധരിക്കാൻ, ചെരുപ്പ് ധരിക്കാൻ, സിനിമാതടൻ നടന്നു പോകുന്നത് പോലെ നടന്നു പോകാൻ വല്ലാത്ത ആഗ്രഹത്തോടെ ജീവിക്കുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നാമെങ്ങാനും മരണപ്പെട്ടിട്ട് നമ്മുടെ മയ്യത്ത് ഓ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുചെന്നാൽ ആ ഖബർ എന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെയൊക്കെ മയ്യത്ത് ആ ഖബറിന്റെ അടുക്കൽ കൊണ്ടുവെക്കുമ്പോ ആ ഖബർ എന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? കുറെ കാലം കൊണ്ട് ഞാൻ കാത്തിരിക്കാൻ കാണിച്ചു തരാമെന്ന് ഖബർ പറയും. അല്ലാഹു നമ്മുടെയൊക്കെ ഖബറുകളെ വിശാലമാക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. അങ്ങനെയാ ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തെ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിക്കിട്ട് വേണം ഇവിടെ ജീവിക്കാൻ. അള്ളാന്റെ റസൂൽ പറയുന്നുണ്ട്, ദുനിയാവിനെ നീ വല്ലാതെ ഇഷ്ടപ്പെട്ട അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നിനക്ക് തരും. ഒരുപാട് പരീക്ഷണം അല്ലാഹുവിന്റെ റസൂൽ പറയുക, അന്ന സുബഹ മിൻകു വദ്ദുനിയാ അക്ബറ ഹമ്മി അൽസമഹുല്ലാഹു തആല അലാ ഖൽബിഹി അർബഅ ഖിസാൽ. ആരെങ്കിലും ദുനിയാവേ, പണമേ, ആഡംബരമേ, പ്രൗഢിയേ, സുഖമേ എന്ന ചിന്തയോട് ഈ ദുനിയാവിന്റെ തുലിക്കപ്പുറത്ത് ജീവിച്ചു പോയാൽ അവനക്ക് അല്ലാഹു 4 രീതിയിലുള്ള പരീക്ഷണങ്ങൾ കൊടുക്കുന്നതാ. ആരെങ്കിലും ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവനക്ക് 4 രീതിയിലുള്ള പരീക്ഷണവും ദൂഷ്യവും കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ. ഇത് കേട്ടതിന് ശേഷം, ഈ ദൂഷ്യങ്ങൾ കേട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാ നമുക്ക് അല്ലാഹു ഈ ദൂഷ്യത്തെ. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, നീ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ ദൂഷ്യമാ ഹമ്മല്ലാ യൻഖതിഉ മിൻഹു അബദാ. ഒരിക്കലും തീരാത്ത ദുഃഖം അല്ലാഹു നിനക്ക് തരുന്നതാ. ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും തീരാത്ത ദുഃഖം അല്ലാഹു നമുക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ. ദുഃഖം മാറിയിട്ട് ഒരു സമയം, പൈസയ്ക്ക് ഒരു കുറവുമില്ല, പക്ഷേ ദുഃഖം മാറിയിട്ട് ഒരു സമയമില്ല. ഇങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ നമ്മൾ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അല്ലാഹു നമുക്ക് ദുഃഖമൊക്കെ തരുന്നു. അല്ലാഹു നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി തന്ന് സന്തോഷത്തിലാക്കുമാറാകും. പെട്ടെന്ന് പറഞ്ഞു തീർക്കുക. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, നീ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ ദൂഷ്യമാ വഫഖറല്ലാ യബ്ലുഗു ഗിനാഹു അബദാ. ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം അല്ലാഹു നിനക്ക് തരുന്നതാ. ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം. ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട പൈസയ്ക്ക് ഒരു കുറവില്ല. ഒരുപാട് പേര് ബർക്കത്ത്, എന്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടെന്ന് പറയാറുണ്ട്. ഈ ബർക്കത്ത് എന്താണെന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പൈസ കിട്ടലല്ല ബർക്കത്ത്, പൈസ നീതി വരലാ. ഒരാൾക്ക് മാസം തോറും 1 ലക്ഷം രൂപ ശമ്പളമുണ്ട്, 1.5 ലക്ഷം രൂപയായിട്ട് ചെലവാകുന്നെങ്കിൽ ആ പൈസയ്ക്ക് ബർക്കത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്ക് മാസം തോറും 5000 രൂപ ശമ്പളം കിട്ടുന്നു, 3000 രൂപ ചെലവാകുന്നു, 2000 രൂപ അവന്റെ പാക്കറ്റിനകത്തുണ്ടെങ്കിൽ ആ സമ്പത്തിന് ബർക്കത്തുണ്ടെന്ന് പറയും. ഒരുപാട് സമ്പത്ത് കിട്ടലല്ല ബർക്കത്ത്. അതുകൊണ്ട് ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നമുക്ക് ഒരുപാട് ദാരിദ്ര്യം തരും. നമ്മൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അറിയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ ഈ
ഈ ലോകത്തോട് വിട പറയാൻ സമയത്ത് ഫാത്തിമ ബീബിയുടെ തലയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അലിയാര് തങ്ങൾ ഫാത്തിമയോട് പറയുകയാ, അല്ലയോ ഫാത്തിമ, നമ്മുടെ വീടിന്റെ അടുപ്പ് പല ദിവസങ്ങളിലും പുകഞ്ഞിട്ടില്ല ഫാത്തിമ. 1.5 കീറ് കാരക്ക കൊണ്ട് 3 ദിവസം നോമ്പ് പിടിച്ചവരും നോമ്പ് തുറന്നു വരുമല്ലേ ഫാത്തിമ. അതുകൊണ്ട് കഷ്ടപ്പാടും ദുരിതവും ദുരന്തവും പട്ടിണിയും തന്നതിന്റെ പേരിൽ കരയല്ലേ ഫാത്തിമ, പിണങ്ങല്ലേ ഫാത്തിമ. പുന്നാര നബി തങ്ങളടുക്കൽ പരാതി പറയല്ലേ ഫാത്തിമ. ആ സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അലിയാർ തങ്ങളുടെ വാപത്തിക്കൊണ്ട് അലിയിനോട് പറയുകയാ, അങ്ങനെ പറയല്ലേ അലിയേ. ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞു പോയൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനല്ലേ അലിയേ. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, കയറി കിടക്കാൻ കിടപ്പാടമില്ലാത്ത ഫാത്തിമ ബീബിക്ക് ഈ സമാധാനം എവിടെന്നാ കിട്ടിയതെന്നറിയോ? അള്ളാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചു പോയി. അതുകൊണ്ട് അള്ളാഹു ദാരിദ്ര്യം മാറ്റിക്കൊടുത്തു. നമ്മൾ അറിയണം, 1.5 കീറ് കാരക്ക കൊണ്ട് 3 ദിവസം നോമ്പ് പിടിക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്തവർ. ഇത് പ്രസംഗത്തിന്റെ മുഞ്ചു കൂട്ടാൻ പറയുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോട് സഹിച്ച ത്യാഗങ്ങളാണ്. നമ്മളാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു ദിവസം മീൻ കിട്ടിയില്ലെങ്കിൽ കാണണം തുള്ളണ മല്ലിമുളകും കുറഞ്ഞു, അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പാവപ്പെട്ടവൻ വൈകുന്നേരമായപ്പോ മറന്നുപോയി. വീട്ടിൽ വന്ന് മല്ലിമുളകും വാങ്ങിക്കാതെ വന്നാൽ എന്നെ കൊണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് സമാധാനം. കിണറ്റിന്റെ മുട്ടിൽ വരുമ്പോ ഒരു 3.5 കിലോ കാണും, റൂമിനകത്ത് വരുമ്പോ ഒരു 3.5 കിലോ കാണും. മുഖം വലിച്ചിറക്കി വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആവാൻ പാടില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുന്ന പെണ്ണ് അവളാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്വാലിഹത്താര പെണ്ണെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുന്ന പെണ്ണ് അവളാണ് സ്വാലിഹത്തായ പെണ്ണെന്ന് അല്ലാഹു. നമ്മുടെയൊക്കെ ഭാര്യമാരെ ആ ഗുണത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അപ്പൊ രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു ഒരുപാട് ദാരിദ്ര്യം തരും. അല്ലാഹു നമ്മുടെയൊക്കെ ദാരിദ്ര്യങ്ങളെ മാറ്റി തരുമാറാകട്ടെ, സന്തോഷത്തിലാക്കുമാറാകട്ടെ. ഇനി മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, നീ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ദൂഷ്യമാ വശുഗലല്ലാ യതബറഉ മിൻഹു അബദാ. ഒരിക്കലും തീരാത്ത ജോലി അല്ലാഹു നിനക്ക് തരുന്നതാ. ഒരിക്കലും തീരാത്ത ജോലി. ജോലിയോട് ജോലി, പക്ഷേ 10 പൈസയുടെ ഗുണമില്ലെന്നേ ഉള്ളൂ. നിന്നെ ജോലിയിലിട്ട് തിരക്കിലിട്ട് പരീക്ഷിക്കുമെന്ന് അല്ലാഹു. ഇബാദത്ത് ചെയ്യാൻ പോലും സമയം കിട്ടാത്ത നിലയിൽ നിന്നെ പരീക്ഷിക്കുമെന്ന് അല്ലാഹു. ഇനി നാലാമതായി അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, നീ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നിനക്ക് തരുന്ന നാലാമത്തെ ദൂഷ്യം വഅമലല്ലാ യബ്ലുഗു മുൻതഹാഹു അബദാ. ഒരിക്കലും തീരാത്ത ആഗ്രഹം അല്ലാഹു നിനക്ക് ഇട്ടു തരുന്നതാ. ഒരിക്കലും തീരാത്ത ആഗ്രഹം. 10 രൂപ കിട്ടുമ്പോ 100 കിട്ടണമെന്ന് ആഗ്രഹം, 100 കിട്ടുമ്പോ 1000 കിട്ടുമ്പോ 10,000 കിട്ടുമ്പോ ലക്ഷങ്ങൾ കിട്ടുമ്പോ കോടികൾ. ഇങ്ങനെ ആഗ്രഹമിട്ട് നിന്നെ പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. അപ്പൊ ദുനിയാവിനെ നമ്മൾ വെടിയണം. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ള നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട പണി എന്താ? പറഞ്ഞോയോ? സ്വർഗത്തിൽ പോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പണി എന്താ? ദുനിയാവിനെ വെടിയണം. ദുനിയാവിനെ വെടിഞ്ഞ് നമ്മൾ സ്വർഗത്തിന് വേണ്ടി ചെയ്യേണ്ട രണ്ടാമത്തെ പണി എന്താ? മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നു. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു
ദാവൂദ് നബി അലൈഹിസ്സലാമിന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം അന്തകൂന അമലുക ലിൽ ആഖിരീൻ ബിഖദരി ഹാജതിക ഇലൈഹി. ദാവൂദ് നബിയേ, അങ്ങേക്ക് നാളെ ആഖിറത്തിൽ എത്രത്തോളം ഉന്നതമായ സ്ഥാനം വേണമെന്ന് ആഗ്രഹമുണ്ടോ അതിനനുസരിച്ച് അങ്ങയുടെ പണിയെടുക്കണം ദാവൂദ് നബിയേ. ദാവൂദ് നബി അലൈഹിസ്സലാമിന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം സ്വർഗം നേടാൻ പണിയെടുക്കണം. സ്വർഗം നേടാൻ ജോലി ചെയ്യും. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നുണ്ട് സ്വർഗത്തിന് വേണ്ടി? ആഗ്രഹിക്കുന്നത് മുഴുവൻ ഉന്നതമായ സ്വർഗം. എപ്പോഴും ചോദിച്ചാലും അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസ് തരണേ അല്ലാഹ്, ഇതാണ് നമ്മുടെ ചോദ്യം. പക്ഷേ ആ ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി എന്ത് പണി നമ്മൾ ചെയ്യുന്നു അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെയൊക്കെ ആഗ്രഹം സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്റെ അടുക്കൽ അവന്റെ ആഗ്രഹത്തെ കുറിച്ച് ചോദിച്ചാൽ അവനൊരു മടിയും കൂടാതെ പറയാറുണ്ട്, നബിയേ, നാളെ ആരാരമില്ലാത്ത മഹ്ശറയിലേക്ക് ഈ പാവപ്പെട്ടവൻ കടന്നു വരുമ്പോ എന്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങയുടെ ഹൗദൽ കൗസറിൽ നിന്ന് വെള്ളം കോരി തന്നുകൊണ്ട് എന്നെ അങ്ങ് സ്വർഗത്തിലേക്ക് കടത്തിക്കൊണ്ടുപോണേ നബിയേ. ഓ പ്രവാചകനോടൊപ്പം സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ പ്രവാചകൻ കാണിച്ചു തന്ന ജീവിതത്തിലൂടെ നടന്നു പോകാതെ എങ്ങനെയാ പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് നാളെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുന്നത്? പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ പോകണമെന്നൊക്കെ നമുക്ക് വല്ല ആഗ്രഹമുണ്ട്. പക്ഷേ പ്രവാചകൻ കാണിച്ചു തന്ന വഴിയിലൂടെ നടന്നു പോകാതെ എങ്ങനെ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ കടന്നു പോകാൻ പറ്റും? അല്ലാഹു പ്രവാചകനോടൊപ്പം സ്വർഗത്തിനകത്ത് സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയാ മഹാന്മാര് ജീവിച്ചതുപോലെ ജീവിക്കണം. മഹാന്മാര് ജീവിച്ചതുപോലെ ജീവിക്കണം. നമ്മുടെ നേതാവായ ശംസുൽ ഉലമ അണ്ണിയത്ത് ഉസ്താദ് അങ്ങനെയുള്ള മഹാന്മാര് ജീവിച്ചു തന്ന ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ എങ്ങനെ സ്വർഗത്തിനകത്ത് കടന്നു പോകാൻ പറ്റും? എങ്ങനെ സ്വർഗത്തിനകത്ത് നമുക്ക് കടന്നു പോകാൻ പറ്റും? അവരെല്ലാം ഇസ്രായേലിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ശംസുൽ ഉലമയെ പോലെ, കണ്ണിയത്ത് ഉസ്താദിനെ പോലെ, മഹാനായ പാണക്കാട് തങ്ങളെ പോലുള്ളവർ ജീവിച്ചു പോയ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ മുസ്ലിമേ എങ്ങനെയാ പ്രവാചകരോടൊപ്പം നാളെ സ്വർഗത്തിനകത്ത് കടന്നു പോകാൻ പറ്റുന്നത്? അവരോടൊക്കെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയാവണം. നമ്മൾ ആഗ്രഹിച്ചാൽ പോരാ, പണിയും കൂടെ ചെയ്യാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, സ്വർഗം ആഗ്രഹിക്കുകയും സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാത്തവരെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാ വല്ലറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചു പോയോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാ വല്ലറാ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുൻഗാമികൾ അവർ എത്രയോ ദിവസമായി ദുനിയാവിൽ പട്ടിണി കിടന്നത്, അവർ എത്രയോ ദുരിതവും ദുരന്തങ്ങളും യാതനകളും കഷ്ടപ്പാടുകളുമാ സഹിച്ചു പോയത്. അതുപോലുള്ള പട്ടിണി സഹിക്കാതെ, കഷ്ടപ്പാട് സഹിക്കാതെ, ദുരിതം സഹിക്കാതെ, ദുരന്തം സഹിക്കാതെ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങളെ വ്യാമോഹിച്ചു പോയോ? ഖുർആൻ ചോദിക്കുന്നു, വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വ്യാമോഹിച്ചു പോയോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുൻഗാമികൾ സഹിച്ചതുപോലുള്ള പട്ടിണിയും ത്യാഗവും യാതനയും കഷ്ടപ്പാടും ദുരിതവും ദുരന്തവും ഒന്നും സഹിക്കാതെ വെറുതെ അങ്ങ് സ്വർഗത്തിനകത്ത് കടക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചു പോയി. അള്ളാന്റെ റസൂലും പറയുന്നു, കൂടിയിരിക്കുന്ന സഹാബാക്കളോട് പ്രവാചകൻ ചോദിച്ചു, അൽ കയ്യിസു, ആരാണ് ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്കറിയോ സഹാബ? നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും?
ആപ്പിള് മുകളിലോട്ടെറിഞ്ഞിട്ട് എന്തുകൊണ്ട് താഴേക്ക് വന്നു എന്ന് കണ്ടുപിടിച്ചവൻ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണെന്ന് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പറയും എന്റെ പ്രിയപ്പെട്ട മകൻ അല്ലെങ്കിൽ മകൾ അവനൊരു പടം വരച്ചു അതുകൊണ്ട് അവൻ വലിയ ബുദ്ധിമാനാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ കൈമലർത്തുകയാ, ഇല്ല നബിയേ, ഇല്ല നബിയേ, ഞങ്ങൾക്ക് അറിയില്ല നബിയേ എന്ന് പറഞ്ഞു തന്നാലും നബിയേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരെന്നറിയോ? മന്ദാന നഫ്സഹു വഅമില ബിമാ ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ആരൊരുവൻ ശരീരം കൊണ്ട് പണിയെടുക്കുന്നുവോ, ശരീരം കൊണ്ട് തയ്യാറാകുന്നുവോ, അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ മന്ദാന നഫ്സഹു വഅമില ബിമാ ബഅദ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ശരീരം കൊണ്ട് പണിയെടുക്കുന്നവൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര പണി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ എത്ര പണി ചെയ്തു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ പറയും ഉസ്താദേ നമ്മൾ പണി ചെയ്തല്ലോ, ഇന്ന് ജുമാ നിസ്കരിച്ചല്ലോ. എപ്പോഴാ ജുമാ നിസ്കരിക്കാൻ പള്ളി കയറി? ഉസ്താദ് മെമ്പറിൽ നിന്നുകൊണ്ട് അബൂബക്കർ എന്ന് പറയുമ്പോഴേ പള്ളിക്കകത്ത് കയറും. കാരണം അബൂബക്കർ എന്ന് പറയുന്നത് സിഗ്നലാ, ഖുത്ബ തീരാറായുള്ളൂ എന്നുള്ള സിഗ്നൽ. അപ്പോഴേ ഓടി പള്ളിയിൽ കയറി. ഇങ്ങനെയാണോ ഇങ്ങനെയാണോ പള്ളിക്കകത്ത് കയറേണ്ടത്? നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തോട് നമ്മൾ ചോദിക്കുക, നമ്മൾ ആഖിറത്തിന് വേണ്ടി എന്ത് ചെയ്തു ഇന്നത്തെ ഈ ദിവസം, അല്ലെങ്കിൽ ഇത്രയും നാൾ ജീവിച്ചപ്പോ നമ്മുടെ ആഖിറത്തിന് വേണ്ടി, എന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതം സന്തോഷമാക്കാൻ, സുലഭമാക്കാൻ എന്താണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മുടെ ശരീരത്തോട് നമ്മൾ തന്നെ ചോദിച്ചു. അങ്ങനെയാണ്, അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, വൽ അഹ്മഖു, ആരാണ് പമ്പര വിഡ്ഢി എന്നറിയോ സ്വഹാബ? അല്ലാഹുവിന്റെ റസൂല് സഹാബാക്കളോട് ചോദിക്കുകയാ, ആരാണ് പമ്പര വിഡ്ഢി എന്നറിയോ സ്വഹാബ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ കൈമലർത്തുന്നു, ഇല്ല നബിയേ, ഞങ്ങൾക്ക് അറിയില്ല നബിയേ എന്ന് പറഞ്ഞു തന്നാലും നബിയേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പമ്പര വിഡ്ഢി ആരെന്നറിയോ? മന്നത്ബഅ നഫ്സഹു ഹവാ വതമന്നാ അലല്ലാഹിൽ ജന്ന. ശരീരം ആഗ്രഹിക്കുന്ന മുഴുവൻ തെറ്റുകളും ചെയ്തിട്ട് ശരീരത്തിന് കള്ള് കുടിക്കണമെന്ന് ആഗ്രഹം വരുമ്പോ നേരെ ബാർ ഹോട്ടലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കള്ള് മേടിച്ചു കൊടുക്കുന്ന, ശരീരത്തിന് പെണ്ണ് പിടിക്കണമെന്ന് ആഗ്രഹം വരുമ്പോ നേരെ വ്യഭിചാര പർണശാലകൾ തേടി പോകുന്ന, ശരീരത്തിന് പലിശ കൊടുക്കണമെന്ന് ആഗ്രഹം വരുമ്പോ നേരെ സമ്പത്ത് കൊണ്ട് പലിശയ്ക്ക് കൊടുക്കുന്ന, ശരീരത്തിന് ലോട്ടറി എടുക്കണമെന്ന് ആഗ്രഹം വരുമ്പോ നേരെ ലോട്ടറി ഷാപ്പുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ലോട്ടറി എടുക്കുന്ന, അങ്ങനെ എന്തെല്ലാം മോശമായ തെറ്റുകൾ അവന്റെ ശരീരം ആഗ്രഹിക്കുന്നുവോ അത് മുഴുവനും ചെയ്തിട്ട് അവസാനം അവന്റെ കിടക്കയിലേക്ക് വന്ന് കിടക്കുമ്പോ അലല്ലാഹിൽ ജന്ന, സ്വർഗം ആഗ്രഹിക്കുന്നവൻ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പമ്പര വിഡ്ഢി എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ. ഏറ്റവും വലിയ പമ്പര വിഡ്ഢി ശരീരം ആഗ്രഹിക്കുന്ന മുഴുവൻ തെറ്റുകളും ചെയ്തിട്ട് അവസാനം കിടക്കയിലേക്ക് വന്ന് കിടക്കുമ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്നവർ, അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ പമ്പര വിഡ്ഢി എന്ന് അല്ലാഹുവിന്റെ റസൂൽ. അപ്പൊ നമ്മളിവിടെ നിന്നത് ചിന്തിച്ചു നോക്കി, നമ്മൾ വിഡ്ഢികളാണോ അതല്ല ബുദ്ധിമാന്മാരാണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും. അപ്പൊ നമ്മളെയൊക്കെ ബുദ്ധിമാന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തട്ടെ. ഈ ഹദീസിന്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ടല്ലേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ചിലമെഞ്ചും ചിഞ്ചിലത്തിലന്ത്യം കോറിക്കുന്ന പുണ്യ മദീന റൗളയിലെത്തും താരമേ അബൂബക്കർ സിദ്ദീഖ് എന്ന പേരിൽ മഹാനാണ് ഇമ്പമതേറും പുണ്യ മദീനയിലുള്ള മഹാനായ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ 40,000 സ്വർണ്ണ നാണയവുമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ കാലഘട്ടമായപ്പോ 40,000 സ്വർണ്ണ നാണയം വെറും 4,000 വെള്ളി നാണയമായി ചുരുങ്ങിപ്പോയി. എല്ലാം പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് നബിയേ എന്റെ സമ്പത്തിതാ നബിയേ, എന്റെ കുടുംബം ഇതാ നബിയേ, എന്റെ ശരീരം ഇതാ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ദീനിന് വേണ്ടി കൊടുത്തു പോയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞതെന്നറിയോ? അവ്വലു മൻ ആമന ബി അബൂബക്കർ, ആദ്യമായി എന്നെ കൊണ്ട് വിശ്വസിച്ചത് അബൂബക്കറാ. അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, ആദ്യമായി എന്നെ കൊണ്ട് വാസ്തവമാക്കിയതും അബൂബക്കറാ. അതുകൊണ്ട് തന്നെ അവ്വലു മൻ ദഖലനി ഫിൽ ജന്ന അബൂബക്കർ, ആദ്യമായി എന്നോടൊപ്പം നാളെ സ്വർഗത്തിനകത്ത് കടന്നു വരുന്നതും അബൂബക്കറാണെന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അവരൊക്കെ ജീവിച്ച് കാണിച്ചു തന്ന ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ എങ്ങനെയാ പ്രവാചകരോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുന്നത്? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? വലമ്മാ മാത അബി അബൂബക്കർ മാ തറകഹു മാലൻ വലാ ശൈആ, എന്റെ പുന്നാര പിതാവ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ ഒരു രൂപ പോലും ബാക്കി വെക്കാതെ എല്ലാം ദീനിന് വേണ്ടി കൊടുത്തിട്ടാ പോയതെന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പത്ത് ദീനിന് കൊടുക്കാതെ, പള്ളിക്ക് കൊടുക്കാതെ, പാവപ്പെട്ടവന് കൊടുക്കാതെ എങ്ങനെയാ സ്വർഗത്തിന്റെ മണം നമ്മൾ ആസ്വദിക്കുന്നത്? അല്ലാഹു നമ്മളെയൊക്കെ മഹാന്മാരോടൊപ്പം സ്വർഗത്തിനകത്ത് കടത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം ദീനിന് കൊടുത്തു. നമ്മൾ അങ്ങനെയാണ്. എല്ലാം കൊടുത്തിട്ടായെങ്കിൽ പള്ളിക്ക് വേണ്ടി നമ്മളെ സഹായിക്കും. നമ്മുടെ ഇവിടത്തെ SKSSFന്റെ ചുണക്കുട്ടന്മാർ ഈ പരിപാടി സംഘടിപ്പിച്ച് ഇവിടത്തെ പള്ളിയുടെ പണിക്ക് വേണ്ടിയാണ് അല്ലേ? ഇവിടത്തെ പള്ളിയുടെ പെയിന്റടിക്ക് വേണ്ടിയാണ്. അങ്ങനെ പള്ളിക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുന്നതിന് നമ്മൾ സഹായിച്ചു കൊടുത്തില്ല എങ്കിൽ പിന്നെ ആര് സഹായിക്കും? നമ്മുടെ ഖബറിലേക്ക് കൊണ്ടുപോകാനല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, നീ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടാൽ ഒന്നും നിനക്ക് കൊണ്ടുപോകാനില്ല. കൊണ്ടുപോകാൻ പറ്റുന്നത് വെറും 3 കൂട്ടുകാരന്മാർ മാത്രമേ ഉള്ളൂ. വെറും 3 കൂട്ടുകാരന്മാരെ മാത്രമേ നിന്റെ ഖബറിനകത്ത് നിനക്ക് കൊണ്ടുപോകാൻ പറ്റൂന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാം. അല്ലാഹുവിന്റെ റസൂൽ പറയും, അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ, ഇദാ മാതൽ ഇൻസാൻ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ വലതേ കണ്ണ് നിന്റെ ഇടതേ കണ്ണിനോട് സലാം പറഞ്ഞാൽ, നിന്റെ വലതേ കൈ നിന്റെ ഇടതേ കൈയോട് സലാം പറഞ്ഞാൽ, നിന്റെ വലതേ കാല് നിന്റെ ഇടതേ കാലിനോട് സലാം പറഞ്ഞ് നിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ് നീ ഖബറിലേക്ക് മടങ്ങിപ്പോയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഓ ഖബറിലേക്ക് നീ കൊണ്ടുപോകുന്നത് വെറും 3 കൂട്ടുകാരന്മാരെ മാത്രമാ. നീ സമ്പാദിച്ച് ബാങ്ക് ബാലൻസ് ആക്കി വെച്ച നിന്റെ സമ്പത്ത് എവിടെയില്ല, നീ ഉണ്ടാക്കി വെച്ച നിന്റെ മണിസൗധങ്ങൾ എവിടെയില്ല, നീ വാങ്ങിച്ചു കൂട്ടിയ നിന്റെ വില കൂടിയ വാഹനങ്ങൾ എവിടെയില്ല, നിന്റെ ഭാര്യയില്ല, നിന്റെ മക്കളില്ല, നിന്റെ കുടുംബക്കാരില്ല, നിന്റെ കൂട്ടുകാരന്മാരില്ല. ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നതിന് വേണ്ടി നിന്നെ കൊണ്ടുപോയ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഖബറിനകത്ത് കടന്നു വരില്ലടാ. നിന്റെ ഖബറിലേക്ക് കടന്നു വരുന്നത് വെറും 3 കൂട്ടുകാരന്മാര് മാത്രമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ. ഖബറിലേക്ക് നീ കൊണ്ടുപോകുന്നത് വെറും 3 കൂട്ടുകാരന്മാരെ മാത്രമാണെന്ന് നമ്മളോട് പറഞ്ഞു തരിക. ആ 3 കൂട്ടുകാരന്മാരെ മാത്രം പറഞ്ഞു ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നമ്മൾ പിരിയ. കാരണം നമ്മുടെ പൂവല്ല സഹോദരന്മാരെ നേരം കൊണ്ട് മിസ്കോൾ അടിക്കും, ഒരു ബഹളമായിട്ടിരിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് പോകണം. നിങ്ങളാരും വിഷമിക്കണം. കാരണം ഒരുപാട് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെയും കൂടെ പറയണമല്ലോ. എല്ലാവർക്കും നമ്മുടെ സൗണ്ട് തീരുന്നത് കൂടെ നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സൗണ്ട് തീർന്നാൽ പിന്നെ ആരും നമ്മളെ മൈൻഡും ചെയ്യില്ല. അതിനു മുമ്പ് നമ്മളെല്ലാം പറഞ്ഞു തീർക്കണമല്ലോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ദീർഘായുസ്സ് തരട്ടെ, ആഫിയത്ത് തരട്ടെ. മരിക്കുന്നത് വരെ ദീനിന് വേണ്ടി ശബ്ദിക്കാൻ അല്ലാഹു ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 3 കൂട്ടുകാരന്മാരെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. ബാക്കിയൊക്കെ കൂടെ കളയേണ്ടി വരും. ഒന്നാമത്തെ കൂട്ടുകാരൻ, ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ,
ആരുമില്ലാത്ത 6 അടി മണ്ണിന്റെ അകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് പേടിച്ച് ഭയവിഹ്വലനായി കഴിയുമ്പോ നിന്റെ ഖബറിന്റെ അകത്ത് പടച്ച റബ്ബേ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ കളിതമാസകൾ പങ്കിടാമായിരുന്നല്ലോ, നേരം പോക്കാകാമായിരുന്നല്ലോ എന്ന ചിന്തയോടെ ഖബറിന്റെ അകത്ത് ഒറ്റയ്ക്ക് കഴിയുമ്പോ അതാ നിന്റെ ഖബറിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ കൂട്ടുകാരനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാ, സ്വദഖത്തൻ ജാരിയ, സ്വദഖത്തൻ ജാരിയ. നിന്റെ പള്ളിക്ക് വേണ്ടി നീ കൊടുത്ത നിന്റെ പൈസയുണ്ടല്ലോ, പാവപ്പെട്ടവരെ സഹായിക്കാൻ നീ കൊടുത്ത നിന്റെ പൈസയുണ്ടല്ലോ, അങ്ങനെ ദീനിന് വേണ്ടി എന്തെല്ലാം നല്ല നല്ല സൽക്കർമ്മങ്ങൾ നീ ചെയ്തു കൂട്ടിയോ അത് മുഴുവനും നിന്റെ ഖബറിന്റെ കൂട്ടുകാരനാണ്. വെളിച്ചമാണെന്ന് ഒരിക്കലും കള്ളം പറയാത്ത മദീനയുടെ മണിദീപമേ, മക്കയുടെ പ്രകാശമേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ കൂട്ടുകാരൻ സ്വദഖത്തൻ ജാരിയ, ജാരിയായ സ്വദഖ. ഇൻഷാ അല്ലാഹ് ഖബറിലേക്ക് കൊണ്ടുപോകണമെന്ന് കൂട്ടുകാരനായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ തന്നെ എന്തേലും മിനിങ്ങാന്നൊക്കെ കൊടുത്തത്, എന്നാലും എനിക്ക് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ കാണുമല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ എണ്ണം അനുസരിച്ച് ഖുർആൻ നാളെ ശഫാഅത്ത് ചെയ്യുന്നതിന് വേണ്ടി ഒരു 6666 രൂപ ആരെങ്കിലും ഉണ്ടാ കൊടുക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നു, നമ്മുടെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാമത്തെ കൂട്ടുകാരൻ സ്വദഖത്തൻ ജാരിയ. രണ്ടാമത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാ, ആരുമില്ലാത്ത 6 അടി മണ്ണിന്റെ അകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് അന്താളിച്ച് പേടിച്ച് ഭയവിഹ്വലനായി കഴിയുമ്പോ പടച്ച റബ്ബേ ദുനിയാവിൽ എന്നെ സഹായിക്കാൻ എന്റെ കൂടെ കളിതമാസകൾ പങ്കിടാൻ ഒരുപാട് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. അല്ലാ, എന്റെ ഭർത്താവുണ്ടായിരുന്നു, എന്റെ ഭാര്യയുണ്ടായിരുന്നു, എന്റെ മാതാപിതാക്കളുണ്ടായിരുന്നു, എന്റെ മക്കളുണ്ടായിരുന്നു, എന്റെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. പടച്ച റബ്ബേ, എന്നാൽ ഈ 6 അടി മണ്ണിന്റെ അകത്ത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ. അല്ലാ, ഈ 6 അടി മണ്ണിന്റെ അകത്ത് എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന ചിന്തയോട് 6 അടി മണ്ണിന്റെ അകത്ത് നീ കഴിയുമ്പോ ആ ഖബറിന്റെ അകത്തേക്ക് നിന്നോട് കൂട്ടുകൂടാൻ കളിതമാസകൾ പങ്കിടാൻ കടന്നു വരുന്ന രണ്ടാമത്തെ കൂട്ടുകാരനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ, അമലുൻ സാലിഹാ, അമലുൻ സാലിഹാ. നീ അല്ലാഹുവിന് വേണ്ടി നമസ്കരിച്ച നമസ്കാരങ്ങളുണ്ടല്ലോ, നോമ്പുകളുണ്ടല്ലോ, അങ്ങനെ എന്തെല്ലാം നല്ല നല്ല സൽക്കർമ്മങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുവോ അതെല്ലാം നിന്റെ ഖബറിന്റെ കൂട്ടുകാരനാണ്. വെളിച്ചമാണെന്ന് ഒരിക്കലും കള്ളം പറയാത്ത മദീനയുടെ മണിദീപമേ, മക്കയുടെ പ്രകാശമേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ കൂട്ടുകാരൻ അമലുൻ സ്വാലിഹുൻ, സ്വാലിഹായ അമൽ. രണ്ടാമത്തെ കൂട്ടുകാരൻ അമലുൻ സ്വാലിഹുൻ, സ്വാലിഹായ അമൽ. ഈ സ്വാലിഹായ അമലിന് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഖബറിൽ കൊണ്ടുപോകാൻ 5 നേരത്തെ നിസ്കാരമെങ്കിലും വേണം. 5 നേരത്തെ നിസ്കാരമെങ്കിലും വേണം. നിസ്കാരം ഇല്ലെങ്കിൽ ഒരുപാട് ഗതിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏത് സംഘടന വേണോ നീ പ്രവർത്തിച്ചു, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടുക്കീഴിൽ ഏത് നേതാവിന്റെ പിറകിൽ വേണോ നിനക്ക് അണിചേരാം, ഇതൊന്നുമല്ല പടച്ച റബ്ബ് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്ന അവ്വല മാ യുഹാസബു ബിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അഅമാലിഹി അസ്സലാ. നാളെ ആഖിറത്തിൽ വെച്ച് അല്ലാഹു നിന്നോട് ആദ്യമായി ചോദിക്കുന്നത് 5 നേരത്തെ നമസ്കാരത്തെ കുറിച്ചാ. നിന്റെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാ. അതല്ല നാം നേരെ മറിച്ച് നമസ്കാരം പാഴാക്കിക്കൊണ്ട് ദുനിയാവിൽ ജീവിച്ചവനാണെങ്കിൽ അല്ലാഹുവിന്റെ കത്തിക്കാണുന്ന നരകത്തിലേക്ക് പടച്ച റബ്ബ് നമ്മളെ വലിച്ചെറിയുന്നതാ. അല്ലാഹു കാക്കുമാറാകട്ടെ. നിസ്കാരം ഉണ്ടോ സ്വർഗ്ഗത്തിൽ പോവാ, അല്ലെങ്കിൽ വലിയ പാടാ. അതുകൊണ്ടല്ലേ ലോകത്തിന്റെ നായകൻ ഈ ലോകത്തോട് വിട പറയാൻ സമയത്ത് അസ്റഫുൽ ഖൽഖിൻ വഫാത്തിൻ
പൂവിൻ്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭ പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു. മുത്തുമുൽ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റം വിഷാദത്താൽ ഉപ്പായെ നോക്കുന്നു. ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയാൻ സമയത്ത് ആയിഷ ബീബിയുടെ മടിയിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതില സക്കറാത്ത്. ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, അത് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന്. മരണത്തിന്റെ സമയത്ത് പോലും നമ്മളെ കുറിച്ച് ഓർത്തുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി നമ്മളോട് ചെയ്തിട്ട് പോയ വസിയത്ത് എന്താ? യാ ഉമ്മത്തി ഉസീകും ബിസ്സലാ. അല്ലയോ എന്റെ സമുദായമേ, നിങ്ങളുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കല്ലേ. നമസ്കാരം പാഴാക്കിയാൽ ഒരുപാട് ശിക്ഷകൾ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പൊന്നാര നബി തങ്ങൾ നമ്മളോട് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഖബറിന്റെ രണ്ടാമത്തെ കൂട്ടുകാരനായി അല്ലാഹുവിന്റെ മുമ്പിൽ എടുത്ത് കാണിക്കാൻ 5 നേരത്തെ നമസ്കാരമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. പടച്ചറപ്പതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ചുരുങ്ങിയത് 5 നേരത്തെ നിസ്കാരവും അത് ചെയ്യാൻ ഈ മൂന്നാമത്തെ കൂട്ടുകാരൻ ഇവിടെ പറഞ്ഞു നിർത്തുക. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ, ആരുമില്ലാത്ത 6 അടി മണ്ണിന്റെ അകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് അന്താളിച്ച് പേടിച്ച് ഭയവിഹ്വലരായി കഴിയുമ്പോ നിന്റെ ഖബറിന്റെ വെളിച്ചമായി, നിന്റെ ഖബറിന്റെ കൂട്ടുകാരനായി, നിന്റെ ഖബറിന്റെ നേരം പോക്കായി നിന്റെ ഖബറിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ കൂട്ടുകാരൻ വലദുൻ സാലിഹുൻ യദൂലഹു. നിന്റെ ഖബറിന്റെ ചാരത്ത് വന്നു നിന്നുകൊണ്ട്, നിന്റെ ഖബറിന്റെ ഓരത്ത് വന്നു നിന്നുകൊണ്ട്, പടച്ചറപ്പേ ഇതെന്റെ ഉമ്മയാണ് അല്ലാഹ്, ഇതെന്റെ ഉപ്പയാണ് പടച്ചറപ്പേ, ഇവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗീയാരാമമാക്കണേ അല്ലാഹ്, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാഹ് എന്ന് നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്നു നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നമ്മുടെ മക്കളുടെ ദുആ ഇല്ലേ, അത് നമ്മുടെ ഖബറിന്റെ വെളിച്ചമാണ്, കൂട്ടുകാരനാണ്, നേരം പോക്കാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോ ദീനിന്റെ ചിട്ടയോടെ വളർത്തി കഴിഞ്ഞാൽ നാളെ നമ്മൾ മരണപ്പെട്ട് ഖബറിനകത്ത് കഴിയുമ്പോ നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്നു നിന്നുകൊണ്ട് നമ്മുടെ മകനൊന്ന് പൊട്ടിക്കരഞ്ഞാൽ ആ കരച്ചില് അല്ലാഹുവിന്റെ അടുക്കൽ ഒരുപാട് നന്മയുള്ളതാ. നമ്മുടെ ഖബറിനകത്ത് വെളിച്ചം കിട്ടുന്ന ഏറ്റവും നല്ല സ്വാലിഹത്തായ അമലാണെന്ന് പൊന്നാര നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കുക, അതിനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. മക്കളെ ആ സ്വാലിഹീങ്ങളായ മക്കളുടെ ദുആ നമ്മുടെ ഖബറിന്റെ കൂട്ടുകാരനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു. നമ്മൾ അറിയണം നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാണ്. ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്, അതൊക്കെ ചർച്ച ചെയ്താൽ ഒരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു അവസരം വരട്ടെ, അല്ലാഹു അതിന് ഭാഗ്യം നൽകി. ഈ ഒരു അവസരത്തിൽ നമുക്ക് നല്ലതുപോലെ ചർച്ച ചെയ്യാം. ഞാൻ അറിയാതെ കൊടുത്തു പോയതാണ്. അല്ലാഹു നിങ്ങൾ ആരും കുറ്റം പറയരുത്. ഉസ്താദ് ഒരുപാടൊന്നും പറഞ്ഞില്ലല്ലോ, ഉസ്താദ് ഒരുപാടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ആരും ആക്ഷേപമോ കുറ്റമോ പറയരുത്. കാരണം നമ്മുടെ ഒരു അവരില്ലായ്മ കൊണ്ട് ചെയ്തു പോയതിന്റെ, അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളോട് മാപ്പ് ചോദിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി ഒരു അവസരം വരുമ്പോൾ നമുക്ക് നല്ലതുപോലെ ചർച്ച ചെയ്യാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനുർ-റഹീമായ തമ്പുരാനേ, കൃപയുള്ള അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു അല്ലാ. ഞങ്ങളുടെ നാവുകൾ കൊണ്ട് ഞങ്ങൾ സംസാരിച്ചത് പാപമാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട് ഞങ്ങൾ ചിന്തിച്ചു പോയത് പാപങ്ങളാണ് പടച്ച റബ്ബേ. ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഞങ്ങൾ പിടിച്ചു പോയത് പാപങ്ങളാണ് അല്ലാ. ഞങ്ങളുടെ കാലുകൾ കൊണ്ട് ഞങ്ങൾ നടന്നു പോയത് പാപങ്ങളിലേക്കാണ് റഹ്മാനേ. അല്ലാഹുവേ ഒരുപാട് പാപങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് ചെയ്തു പോയി അല്ലാ. അല്ലാഹുവേ എന്നാലും നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ പടച്ച റബ്ബേ. നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ അല്ലാ. അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് ഞങ്ങളുടെ സകലമായ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഇനിയുള്ള ജീവിതം പാപരഹിതമായി നിന്നെ അറിഞ്ഞുകൊണ്ട് നിന്നെ പേടിച്ചുകൊണ്ട് നിന്നെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു പോകാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടു പോയ കുടുംബക്കാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടു പോയ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടു പോയ സന്താനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ ഒരുപാട് സംഭാവനകൾ ഈ പള്ളിക്ക് വേണ്ടി നൽകി അല്ലാ. അല്ലാഹുവേ അവരുടെ ഖബറുകൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും അവരുടെ ഖബറുകളുടെ ചലനങ്ങളും അവസ്ഥകളും അറിയുന്നവൻ നീയാണ് അല്ലാ. അല്ലാഹുവേ അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ തമ്പുരാനെ. സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ സ്വർഗത്തിന്റെ ആഹാരങ്ങൾ വസ്ത്രങ്ങൾ പാനീയങ്ങൾ പടച്ച റബ്ബേ അവരുടെ ഖബറുകളിലേക്ക് നീ ചൊരിഞ്ഞു കൊടുക്കണേ മന്നാനെ. അല്ലാഹുവേ അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നിന്റെ സ്വർഗം നീ നിർബന്ധമാക്കണേ അല്ലാ. ആ സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു അമലും ഞങ്ങളുടെ ജീവിതങ്ങളിലില്ല പടച്ച റബ്ബേ. വെറും പൊട്ടിപ്പൊളിഞ്ഞ കുറഞ്ഞ അമലുകൾ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ളൂ പടച്ച റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ അമലുകൾ കൊണ്ട് ഞങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല പടച്ച റബ്ബേ. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് സ്വർഗപ്രവേശനമില്ല അല്ലാ. അതുകൊണ്ട് പടച്ച റബ്ബേ ദുനിയാവിലും നാളെ ആഖിറത്തിലും നിന്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് സദാ ചൊരിഞ്ഞു തരണേ അല്ലാ. സദാ ചൊരിഞ്ഞു തരണേ റഹ്മാനേ. അല്ലാഹുവേ ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഇവിടത്തെ സംഘാടകരെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടത്തെ ചെറുപ്പക്കാരെ സ്വീകരിക്കണേ അല്ലാ. ഇവിടത്തെ പള്ളി ഭാരവാഹികളെ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ പടച്ച റബ്ബേ. അവരുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ മാറ്റണേ അല്ലാ. പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ മഹാന്മാരായ പണ്ഡിതന്മാരോടൊപ്പം ശംസുൽ ഉലമാ ഉസ്താദിനെ പോലെയുള്ള കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരോടൊപ്പം നാളെ സ്വർഗത്തിനകത്ത് പരിലസിക്കാൻ പടച്ച റബ്ബേ നീ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എം യൂസുഫ് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരോടൊപ്പം അല്ലാഹുവേ പാനായുക്കളം ഹസ്രത്തിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരോടൊപ്പം സ്വർഗത്തിനകത്ത് പരിലസിക്കാൻ ആനന്ദിക്കാൻ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ മരിക്കുന്നത് വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കാൻ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ച റബ്ബേ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് ആഗ്രഹങ്ങൾ നിന്റെ മുമ്പിലേക്ക് നിവർത്താനുണ്ട് പടച്ച റബ്ബേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ മുഴുവനും അറിയുന്നവൻ നീയാണ് അല്ലാ. ഞങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങൾ മുഴുവനും നീ സാധിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഈ കരങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് യാചനാരൂപത്തിൽ നീട്ടുന്ന ദുരവസ്ഥ പടച്ച റബ്ബേ മരണം വരെ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. മരിക്കുന്ന അതുവരെ അഭിമാനത്തോടെ ഇസ്സത്തോടെ ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ നീ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ നിന്റെ മുമ്പിലേക്ക് നീട്ടിയ കരങ്ങളിതാ ഞങ്ങൾ പിൻവലിക്കുന്ന നാദാ. അല്ലാഹുമ്മ ലാ തർദന്ന ഐദിയനാ ഖായിബീൻ ബിസബബി ദുനൂബിനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.
بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد والآل أهل البيت سلم صل على